ഹായ് ഗായ്സ്, എല്ലാവർക്കും മോൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ലൊക്കേഷനിലാണ്. അതെ അതെ അതെ. കേരളത്തിൽ നിന്ന് വരെ ആരും ചെയ്യാത്ത തിയേറ്ററിനുള്ളിലെ പോഡ്കാസ്റ്റ് ആണ്. എക്സ്ക്ലൂസീവ് ആണ്. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് എം ഡി തിയേറ്റർ പോത്തൻകോട്. നമ്മൾ സ്ഥിരം സിനിമ കാണാൻ വരാറുള്ള ഒരു സ്പോട്ടാണ്. അപ്പോ ഇതിന്റെ ഓണർ നമുക്ക് വേണ്ടിയിട്ട് പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി നിങ്ങൾ എടുത്തോ. താങ്ക് യു. അപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുന്നോണ്ട് തന്നെ നമ്മള് സ്പെഷ്യലായിട്ട് സിനിമയെ പറ്റിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഇറങ്ങിയ മലയാളം സിനിമ. ഇപ്പൊ 2024 എൻഡ് ആവുകയല്ലേ. അപ്പൊ 2024 ജനുവരി തൊട്ട് ഡിസംബർ വരെ ഇറങ്ങിയ മലയാളം സിനിമകളില് നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു അനാലിസിസ്, ഒരു റീക്യാപ്പ് എന്ന് പറയാം, ഒരു റീവൈൻഡ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. 2.5 മണിക്കൂർ ഏറ്റവും നമ്മൾ വേറെ അത് തന്നെ നമ്മൾ ഒന്നും ആലോചിക്കാതെ തിയേറ്ററിന്റെ അകത്ത് തന്നെ ഇരുന്ന് വേറൊന്നും ചിന്തിക്കാതെ എന്റർടൈൻമെന്റ് മാത്രം, സ്ട്രെസ് എല്ലാം വേറൊന്നും ചിന്തിക്കാതെ ഇരിക്കാം. ആണ്. ഒരു 2.5 മണിക്കൂർ എല്ലാരും സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. മറ്റെല്ലാം മറന്ന് നമ്മൾ ഒരു വേറൊരു ലോകത്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ആ കഥയുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലം. 2024 നമ്മൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടത് 2024 ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും 2024 തന്നെയാണ്. എല്ലാവരും മിക്കവരും 2024 മലയാള സിനിമയ്ക്ക് തന്നെ ഏറ്റവും നല്ലൊരു വർഷമായിരുന്നു. അപ്പോൾ നമ്മള് പ്രത്യേകം എടുത്ത് പറയണം ഈ വർഷത്തെ സിനിമകളെ കുറിച്ചും ഈ വർഷം നമുക്ക് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളും ആണ്. എനിക്കോട് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് മലയാള സിനിമ ഈ ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഭയങ്കര ലീഡ് ചെയ്തിരിക്കുകയാണ്. പണ്ട് അവര് പറയും കിടിലൻ പടങ്ങൾ ഉണ്ടെന്ന് പറയുമെങ്കിലും ആൾക്കാർ കാണുന്ന കുറവാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മലയാള സിനിമകൾ ഭയങ്കരമായിട്ട് ഫ്രണ്ടിലോട്ട് വരണുണ്ട് ഇന്ത്യയിൽ. ഈ വർഷം അത് പ്രത്യേകിച്ച് കുറെ പടങ്ങള് ലീഡ്. സത്യം പറഞ്ഞാൽ ഈ കൊറോണ ടൈമില്ല, അതിന് നമ്മൾ താങ്ക്സ് കൊടുക്കുന്ന കാര്യം. ആ സമയത്താണ് ഈ സിനിമയ്ക്ക് മലയാള സിനിമ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചുകൂടെ പാൻ ഇന്ത്യ ബേസിസിൽ കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡ് ആയത്. പിന്നീട് അതിനുശേഷം ഇറങ്ങിയ സിനിമകളുടെ ക്വാളിറ്റി അത് ഭയങ്കരമായിട്ട് കൂടിയ. കാരണം നമ്മുടെ ക്വാളിറ്റി ഉള്ള സിനിമകളായിരിക്കും ബാക്കിയുള്ളവർ കാണുന്നത്, നമ്മളെ ബെസ്റ്റ് സിനിമകളായിരിക്കും. അപ്പോഴേ മലയാള സിനിമ ഇത് എന്തോന്ന് കോൺസെപ്റ്റ് അങ്ങനെ. മലയാള സിനിമയ്ക്ക് ഇപ്പം ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിനും കുറഞ്ഞിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഒരു 15 കോടി ആ ഒരു റേഞ്ചിലൊക്കെ നിർത്തും ആൾക്കാർ. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. മലയാള സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്, ജനറേറ്റ് ചെയ്യുന്നു, പൈസ വരുന്നുണ്ട്, ഇടുന്ന പൈസക്ക് സാധനം കിട്ടുന്നു. അപ്പൊ കുറച്ചും കൂടി ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയി വരുന്നുണ്ട് ഇപ്പൊ. പിന്നെ കണ്ടന്റും കിടിലമായിട്ട് നല്ല നല്ല ജോണേഴ്സ്. ഇത്രയും എനിക്ക് തോന്നുന്നു ഇത്രയും വെറൈറ്റി ആയിട്ട് 2024 ജോണേഴ്സിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ജോണർ 2024 ഇന്ത്യൻ സിനിമയിൽ മലയാളം മാത്രമേ ഉള്ളൂ. അല്ല, നമ്മള് നോക്കിയാൽ മതി. ഇപ്പം ഓരോ മന്തിലും ഏതെങ്കിലും ഒരു സിനിമ പുറത്തുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ കാണും. നമ്മൾ സാധാരണ ഇപ്പൊ നമ്മള് ഒരു വർഷത്തിൽ ചിലപ്പോൾ 2-3 സിനിമകളായിരിക്കും തമിഴിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവർക്ക് അവര് അങ്ങനെ അന്തം വിട്ട് തന്നെ ഇരിക്കുകയാണ്. കാര്യം ഓരോ മന്തിലും ഓരോരോ നല്ല നല്ല സിനിമകളൊക്കെ വരുന്നു. പിന്നെ ചില മന്തിൽ 2 എണ്ണം വരും. പിന്നെ ഹിറ്റ് ആവണ സിനിമകൾ, മലയാളത്തിൽ തന്നെ ഹിറ്റ് ആവണ സിനിമ എനിക്ക് തോന്നണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു 7 വർഷത്തിൽ 7, 6, 8 ഒക്കെ ആയിരിക്കും മാക്സിമം. എല്ലായിടത്തും അങ്ങനെ തന്നെ, മിക്കയിടത്തും അങ്ങനെ തന്നെ. ഇത്തവണ പക്ഷേ 10-20 സിനിമ അടുപ്പിച്ച് ഒരു 20 സിനിമകളാണ് നമുക്ക് തോന്നുന്നത് ഹിറ്റായി എന്നുള്ളത്. ഈ വർഷം എനിക്ക് തോന്നുന്നു വിക്കിപീഡിയയുടെ കണക്കനുസരിച്ചിട്ട് 220+ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് മലയാളത്തില് അതിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പേരെങ്കിലും കേട്ടിട്ടുള്ള ഒരു 100 സിനിമയെങ്കിലും കാണും. പേരും കേട്ടിട്ടുള്ളത്. പിന്നെ 200 സിനിമയിൽ 20 സിനിമകൾ ഹിറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഭയങ്കര സക്സസ് റേറ്റ് ആണ്. വേറെ ഇൻഡസ്ട്രി ഇല്ല. 10 തന്നെ കിടക്കുന്നത് ഭാഗ്യമാണ്. 20 എന്നൊക്കെ പറയുമ്പോ അതല്ല, നമ്മൾ ആദ്യമേ 2024 തുടങ്ങിയപ്പോ തന്നെ ഒരു 4-5 സിനിമകൾ ഹിറ്റായി. ഇപ്പൊ ടുവേഴ്സ് ദ എൻഡ് ഈ ഡിസംബറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നല്ല പടങ്ങൾ, നല്ല ഹിറ്റ് കിട്ടുന്ന പടങ്ങൾ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ബെസ്റ്റ് സിനിമകളെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് നമുക്ക് എന്തായാലും പറയാം. 10 എണ്ണം. ചിലപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള പടങ്ങളും കാണും. കോമൺ ആയിട്ടുള്ളതായിരിക്കും മിക്ക കൂടുതലും അങ്ങനെ ആയിരിക്കണം. ഈ 10 എണ്ണം കണ്ടുപിടിക്കാൻ ടാസ്ക് ആയിരുന്നു കേട്ടോ. കാര്യം നമ്മളിങ്ങനെ നോക്കും ഇത് ഏത് മാറ്റും. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യണം. നമ്മള് ഓരോരുത്തരും നമ്മുടെ ഇഷ്ടപ്പെട്ട 10 സിനിമകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് നോക്കണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ചിലപ്പം കിടിലം പടങ്ങൾ വേറെ കാണും. ഇപ്പം മെറിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കിടിലം പടങ്ങളാണ്. പക്ഷെ നമ്മളെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഓരോരുത്തരെ പേഴ്സണൽ പറയാൻ പോകുന്നത്, എനിക്ക് തിയേറ്ററിൽ വന്നിട്ട് എന്റെ തിയേറ്ററോ OTT-യോ തിയേറ്ററിൽ വന്നിട്ട് എനിക്ക് എന്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയ ഒരു പടങ്ങളാണ്. അതിൽ ചിലപ്പം ഭയങ്കര കിടിലം പടങ്ങളൊക്കെ വേറെ കാണും. പക്ഷെ എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് നമുക്ക് ഒരു എൻഗേജ് ചെയ്ത, എന്നെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ കുറെ പടങ്ങളാണ് ഞാൻ പറയാൻ പോണ 10-ൽ. നമ്മളും അങ്ങനെ തന്നെയാണ്. എല്ലാരും അങ്ങനെയാണ്. നീ മാത്രമല്ല, ആരും തുടങ്ങുന്നു. അത് വലതുപക്ഷത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ തുടങ്ങാം. ഓക്കെ, ഈ വർഷം ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം? എക്സ്ട്രീം വലതുവശമായിട്ടുള്ള ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ, എനിക്ക് 2 പടങ്ങളാണ് ഞാൻ ഫസ്റ്റില് ഇട്ടേക്കണത്. 2 പടത്തിൽ ഒരു പടം. ഇനി 2 പടത്തിൽ ഒരു പടം ഏതാണ് ചൂസ് ചെയ്യണം അത് പറയാം. നീ ആ 2 പടം റിലീസായി ഫസ്റ്റ് ഡേ പോകും. 11 മണി ഒരു ഷോ, ഏത് ഫസ്റ്റ് പോകും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആവേശമാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. രണ്ടാമത്തെ ഏതായിരുന്നു? കിഷ്കിന്ദ. ഓക്കെ, ദാസൻ ചേട്ടനാ? ഞാൻ ആവേശം ഫസ്റ്റ്. അത് ഞാനും ആവേശം തന്നെയാണ്. ഞാനും ആവേശം തന്നെ. ഇത് കള്ളക്കളി. അത് കള്ളക്കളിയല്ല, കാര്യം അക്സെപ്റ്റൻസ് ആണ് കാണിക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ട്. അതാണ് നമ്മള് 4 പേർക്കും 4 ടേസ്റ്റ് ആണ്. സിനിമയില് നല്ല ടേസ്റ്റ് വ്യത്യാസമാണ് എന്റെ അറിവില്, അല്ലേ? നല്ല വ്യത്യാസം. കൂട്ടത്തിൽ ഏറ്റവും വ്യത്യാസമുള്ള വിനുചേട്ടനാണ്. അതെ. നമുക്ക് കാണുന്നതിന്റെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനും ഉല്ലാസ് ഏതാണ്ട് ഒരു ടേസ്റ്റ് ഏകദേശം സിമിലർ ആണ്. ഏകദേശം സെയിം ആയിട്ടുണ്ട്. അത് അവൻ കൊണ്ടുപോയി കാണിച്ച് കണ്ടീഷൻ ചെയ്തതാണ്. അതല്ല, നല്ല പടങ്ങൾ ഇങ്ങനെ കാണുമ്പോ ഞാൻ ഇങ്ങനെ ഉല്ലാസിനെ ഇങ്ങനെ നോക്കും. അപ്പൊ ഉല്ലാസും അയ്യോ, വിനുചേട്ടന്റെ ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. അത് നമുക്ക് ഇന്നലെ ഒരു പടത്തിൽ പോയപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഇന്നലെ ED കാണാൻ പോയി. അപ്പോഴ് വിനുചേട്ടൻ ഗ്രൂപ്പിൽ പറഞ്ഞ് ED മസ്റ്റ് ആയിട്ട് കാണണം, മസ്റ്റ് കാണണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത്. അപ്പോഴ് സാധാരണ വിനുചേട്ടൻ അങ്ങനെ പറയാറില്ല. അപ്പൊ അത് കേട്ടിട്ട് നമ്മൾ വന്ന് കണ്ടപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് അത് അത്രത്തോളം ഒരു ഇതായിട്ട് തോന്നിയില്ല. ഞാൻ കണ്ടില്ല, കണ്ടുപോകാം. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള എവനും ഞാനും കുറച്ച് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. കാര്യം എനിക്ക് വാല്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാല്യൂവിന് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ എനിക്ക് എവൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു വാല്യൂ. അല്ല, നമുക്ക് ഫസ്റ്റ് ആവേശമല്ലേ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് കേരളത്തിൽ മാത്രമല്ല, പുറത്താണെങ്കിലും വൻ ഹിറ്റാണ്. അത് അങ്ങേരുടെ ഒരു അഭിനയമൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ആ പിള്ളേരുടെ ഒരു ഇതാണ്. ആവേശം എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ എന്റർടൈനർ. 2.5 മണിക്കൂർ നമ്മൾക്ക് തിയേറ്ററിൽ കയറിയിട്ട് ഒരു ആഘോഷം പോലെ കണ്ട ഒരു സിനിമ 2024 ആവേശം തന്നെയാണ്. ആവേശം. അത് റീവാച്ച് ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാനാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാം. ഞാൻ 2 പ്രാവശ്യം. അല്ല, അത് വേറെ എന്താക്കിയോ, അത് ഇപ്പോഴും നമ്മൾ ചിലരെ വിളിക്കുമ്പോൾ ഇടാ മോനെ എന്നൊക്കെ വിളിച്ച് തുടങ്ങും ഫസ്റ്റ്. അതല്ലടാ, ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു അല്ലേ, ഭയങ്കര എന്ന് പറഞ്ഞ ഒരു കോളേജിൽ ആദ്യമായിട്ട് വരുന്നു, അവിടെ റാഗിങ്ങിനെ വെച്ച് വേറൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗുണ്ടയെ കൊണ്ടുവരുന്നു. അതൊക്കെ ഭയങ്കര ബാക്ക് സ്റ്റോറി. ആ തോട്ട് തന്നെ ഹിറ്റായ ഓണ അല്ലേ, അതൊരു അവരുടെ റിയാലിറ്റിയിൽ നടന്ന ഒറിജിനൽ സ്റ്റോറി പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ അതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രൂ ഔട്ട് എന്റർടൈനിങ് ആയിരുന്നു. സിനിമ എൻഡ് ആകുമ്പോഴും ഒരു ഇതിൽ ഫസ്റ്റ് ഹാഫിൽ തീരുന്നിടത്താണെങ്കിലും അത് നമ്മൾ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആക്കുന്ന രീതിയിൽ നിർത്തി. പിന്നെ സെക്കൻഡ് ഈ ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കുറച്ച് ഇമോഷനിലും കൂടെ ആയിപ്പോ. ഇതൊരു ഫണ്ണി ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോ. പിന്നെ ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ്, അത് അംബാനും ഫഹദ് ഫാസിലും അത് വൺ ഓഫ് ദി ബെസ്റ്റ്. മുന്നാബായി MBBS-ന്റെ ആ ഒരു റൂട്ടിൽ. പിന്നെ ആ പിള്ളേരില് മറ്റേ ശാന്തൻ, അവനെ എടുത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടത് ക്യാരക്ടർ ശാന്തൻ. അപ്പൊ എല്ലാരും 3 പേരും അടിപൊളിയായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അതിന്റെ മ്യൂസിക് എല്ലാ പാട്ടും നിർത്തണം. ആ ഒരു ഇതൊരു ഭയങ്കര എനർജി കൊണ്ടുവരുന്ന ഒരു കോമഡി. എന്ത് മാത്രം ചിരിച്ച്
അമ്പാന്റെ ഓരോ ഇത് നമ്മുടെ എക്സ്പ്രഷനും കാര്യങ്ങളും അല്ലേ. പിന്നെ അങ്ങേരെ എടുത്തുകൊണ്ടുള്ളൊരു സീനുണ്ട് അമ്പാൻ, അതൊക്കെ ആക്ഷൻ വേറെ ലെവൽ ആക്ഷൻ ആണ്. അതില് നായകൻ ആക്ഷൻ ചെയ്യണ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ, എന്നാലും ആ ആക്ഷൻ നമ്മളെ പിടിച്ചിരുത്തുകയാണ്. അതെ, കാര്യം നമ്മൾ അത്രയും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തോണ്ടെങ്കിൽ ഇയാള് തള്ളു മാത്രമേ കാണൂ എന്ന് വിചാരിക്കും. പക്ഷെ അവസാനം ആവുമ്പോഴാണ് ഇത് ആ മൂന്ന് പയ്യന്മാർ അവിടെ മേളിൽ നിന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കൂല, അതേപോലെയാണ് നമ്മൾ അന്തം വിട്ടു. ഇത് വേറെ ആണല്ലോ, അത് അഴിഞ്ഞാടിയ സാധനം. ഇനി നമുക്ക് നെക്സ്റ്റ് 2 പടങ്ങള്, വണ്ണ് നമ്മൾ പറഞ്ഞില്ല, വണ്ണ് കോമൺ ആണ്. അടുത്ത 2 പടങ്ങൾ പറ, സെക്കൻഡും തേർഡും ഇഷ്ടപ്പെട്ട പടങ്ങൾ. ഉല്ലാസ് രണ്ടാമത് ഇഷ്ടപ്പെട്ടതെന്ന് കഴിഞ്ഞാൽ ബ്രഹ്മയുഗം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൊറർ ഞാൻ അങ്ങനെ അധികം കാണാത്തൊരു സാധനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസും അതും കാര്യങ്ങളും. പിന്നെ മൂന്നാമത് നോക്കുന്നെങ്കിൽ വാഴ എനിക്ക് തോന്നുന്നു കുറെ റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും കോമഡിയും അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ വാഴ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടം. എനിക്ക് രണ്ടാമത് ബ്രഹ്മയുഗം, മൂന്നാമത് മഞ്ഞുമൽ ബോയ്സ്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത് പ്രേമലു, മൂന്നാമത് മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കിഷ്കിന്ധ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മൂന്നാമത് പ്രേമലു ആണ്. കുറച്ചും കൂടി എനിക്ക് ചിരിക്കാൻ ഉണ്ടായിരുന്നു കുറെ. നമ്മളുടെ റിലേറ്റബിലിറ്റി കാലം കഴിഞ്ഞത് കാര്യം, നമ്മളെക്കാളും ഒരു 3-4 വയസ്സ് താഴെയുള്ളൊരു കഥയാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റി, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അതെ. എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട പ്രേമലു ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഞാൻ 2 പ്രാവശ്യം അത് പോയി കണ്ട്. ഭയങ്കരമായിട്ട് നല്ല രസമാണ്, ഭയങ്കര കോമഡിയും. ഇത്രയും എന്ന് പറഞ്ഞാൽ 2024 ഏറ്റവും ചിരിച്ച ഒരു സിനിമ അതാണ് പ്രേമലു. എനിക്ക് രണ്ടാമത് ബ്രഹ്മയുഗം പറയാൻ കാര്യം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത് ഇത്രയും ഈ ഒരു ടൈമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ നമ്മളെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സിനിമ. പിന്നെ അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ക്യാരക്ടേഴ്സ് 5 ക്യാരക്ടേഴ്സ് ഉണ്ടൊക്കെ ഉള്ളൂ, 4 ക്യാരക്ടേഴ്സ് മെയിനായിട്ട് 3 പേര്. അതല്ലടാ, ജോണറിന്റെ 100% നീതി പുലർത്തിയ സിനിമ ബ്രഹ്മയുഗം. എക്സെപ്ഷണൽ ആക്ടിങ് ആയിരുന്നു 3 പേര്, അത് സമ്മതിച്ചു കൊടുക്കണം. അത് പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് ചെയ്യാൻ പറ്റും, അത് ഇതാണ് ഗ്യാരണ്ടിയാണ്. പക്ഷെ സിദ്ധാർത്ഥ് ഞെട്ടിച്ചു കളഞ്ഞു. അതിന്റെ ഗ്രേഡിംഗ് ആണെങ്കിലും അതിന്റെ ടെക്നിക്കലി അത് ഭയങ്കര കിടിലം വരുന്നുണ്ട്. അതെ, ആർട്ടൊക്കെ ഭയങ്കര രസമാണ്. മ്യൂസിക് പിന്നെ ഇൻട്രോ, ബാക്ക്ഗ്രൗണ്ട് ഇൻട്രോ, മമ്മൂക്കയുടെ ഇൻട്രോ എന്ന് പറയണ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കില്ല ഇങ്ങനത്തെ ഒരു സാധനം ആയിരിക്കും ഇവിടെ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഭയങ്കര കിടിലം. ആ ഇൻട്രോ, അത് സ്റ്റേജ് എന്ന് വെച്ചാൽ അത് സ്റ്റേജ് ഇൻട്രോ തന്നെ അത് എടുത്തിരിക്കണം. അത് ഡയറക്ടറിന്റെ ഭയങ്കര ബ്രില്യന്റ്. അത് ഞാൻ യൂട്യൂബിൽ തന്നെ പിന്നെ ഇരുന്ന് കാണും ഇൻട്രോ, മ്യൂസിക്കും അതും കൂടെ കാണാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മമ്മൂട്ടി ലാസ്റ്റ് ആണ് ആ സീനിൽ കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കാണിക്കാൻ എന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓഡിയൻസ് പെട്ടെന്ന് കാണാനുള്ള ഒരാളല്ലെന്നുള്ള രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത്. അവസാനം ഒരു ടൂണില് ഇങ്ങനെ ഒരു ഫേസിലോട്ട് ഇത് കാണിക്കുന്നത്, അത് അടിപൊളിയായിരുന്നു. അത് പിന്നെ എനിക്ക് തോന്നുന്നു അതിലും ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്, സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതും നമുക്ക് പുതിയൊരു റിവിലേഷൻ കിട്ടിയിട്ടാണ്. ഇത് സാധാരണ മനുഷ്യനല്ല എന്നുള്ളൊരു സാധനം കിട്ടി. അതും ഒരു ഹൈ പോയിന്റ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനങ്ങളൊക്കെയാണ്. പിന്നെ എൻഡിങ്ങിലുള്ള എനിക്ക് ഒരു സാധനം എനിക്ക് ഷോക്കിംഗ് ആയി. സാധാരണ ഒരു കൊമേഴ്ഷ്യൽ രംഗത്ത് ഒരു സാധനത്തില് അവസാനം ഉണ്ടല്ലോ, അവസാനം ആ കത്തിച്ച് കഴിയുമ്പോ ആ മമ്മൂട്ടി അവിടെ കൊണ്ട് ആ ഒരു എൻഡ് ആവേ, അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഇല്ല. അതൊക്കെ അത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം സാധാരണ ഒരു ഫാനിന്റെ ഇതിൽ ചിന്തിക്കണമെങ്കിൽ അതിൽ അവസാനവും ക്ലൈമാക്സിലാണ് ഏറ്റവും കൂടുതൽ വരണം, എങ്ങനെയെങ്കിലും അത് വരണം. പക്ഷെ അത് 100% ഒരു ജോണറിന്റെ കൂടെ ഒരു നീതി പുലർത്തി. എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് 5 ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ വരണ ഒരു സിനിമയാണ്. എനിക്ക് തുമ്പാട് കഴിഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട, തുമ്പാദിന്റെ കൂടെയൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞൊരു സിനിമയാണ്. തുമ്പാട് കഴിഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഇതാണ്. മലയാളത്തിൽ ഉണ്ടല്ലോ അല്ല ഈ വർഷത്തെ എനിക്ക് തോന്നുന്ന ബെസ്റ്റ് വില്ലൻ ക്യാരക്ടർ അതായിരിക്കും. ഒരു
നെഗറ്റീവ് ക്യാരക്ടറിൽ ഏറ്റവും കൂടുതൽ മൊത്തത്തില് ആ ഒരു ക്യാരക്ടറും അതിന്റെ ഒരു ഭീകരതയും അതൊക്കെ നല്ല രീതിയിൽ ആ ചിരിയൊക്കെ ഉണ്ടല്ലോ, ഈ കടിച്ചു പറിക്കുന്ന ചിക്കൻ കടിച്ചു പറിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ ആയിരിക്കും, നമുക്ക് അപ്പോഴേ സംശയം തോന്നും. പക്ഷെ അതൊക്കെ നല്ല എക്സെപ്ഷണൽ ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രായത്തില് പുള്ളിയുടെ സെലക്ഷൻ സമ്മതിക്കണം. അല്ലെ, പുള്ളി ഈയിടെ ആയിട്ട് എടുക്കണ സെലക്ഷൻ ഭയങ്കര കിടിലമാണ്. തിരക്ക് സെലക്ട് ചെയ്യണത് ഭയങ്കര കിടിലമാണ്. അങ്ങനെ എടുക്കുന്ന ക്യാരക്ടർ എല്ലാം നല്ല വ്യത്യസ്തമായ സാധനങ്ങളാണ്. എനിക്ക് പിന്നെ കിഷ്കിന്ത ഞാൻ പറഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര കിടിലായിട്ട് തോന്നി എനിക്ക്. വിജയരാഘവനാണെങ്കിലും അങ്ങേര ഒരു മിസ്റ്ററി ഉണ്ട്. നമ്മൾ വേറെ എന്തൊക്കെയാ വിചാരിക്കും, നമ്മൾ ഈ കിഷ്കിന്ത എന്നുള്ള പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഇതെന്തോ കൊരങ്ങനുമായിട്ടുള്ള അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്കും വേറൊരു ഇതാണ്. അവർ തമ്മിലുള്ള ഒരു അച്ഛനും മോനും തമ്മിലുള്ളൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് റീസെന്റ് കണ്ടോണ്ടായിരിക്കാം മേ ബി ഇതിനെ ഞാൻ ടോപ്പ് റാങ്ക് ചെയ്യണം. ഞാൻ ഇപ്പൊ ഇതിലെടുത്തപ്പോഴും നമ്മൾ ഏറ്റവും എടുത്ത് കാണുന്നതായിരിക്കും, നമുക്ക് ഏറ്റവും എടുത്ത് കാണുന്നതായിരിക്കും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നത്. അതും കൂടി കൊണ്ടായിരിക്കാം ഞാൻ അതിനെ ടോപ്പിൽ റാങ്ക് ചെയ്തത്. പിന്നെ വിജയരാഘവൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്ലൈമാക്സ് ഒക്കെ എന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാത്തൊരു സാധനമായിരുന്നു. അത് തിരക്കഥ പുള്ളി എന്തോ ചെറിയ സമയം കൊണ്ട് എഴുതിയ തിരക്കഥ എന്നാണ് പറയണത്. പക്ഷെ അതാണ് അതിന്റെ ബെസ്റ്റ് കിടിലം പടം. അതൊരു രക്ഷയില്ല. ക്യാരക്ടറും ആസിഫ് അലിയും അടിപൊളി. ആസിഫ് അലിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു ഈ വർഷത്തെയും പറഞ്ഞത്. എനിക്ക് 2 പടങ്ങളിൽ എനിക്ക് പറയണം. കാര്യം തലവനിലും ഇതിലും അങ്ങേര് ആസിഫ് അലി കുറച്ചാളായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. ആസിഫ് അലിയുടെ വർഷമായിരുന്നു നടനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലെവൽ ക്രോസ് അതിലെ അഭിനയം അടിപൊളി അഭിനയമാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു, അത് സൂപ്പർ. പിന്നെ അഡിയോസ് അമീഗോസും അതിൽ ആസിഫ് അലിയുടെ ക്യാരക്ടർ പാളിപ്പോവാൻ സാധനമാണ്. അടിപൊളി ഒരു കുടിയന്റെ ഒരു ക്യാരക്ടർ പോലെയാണ്. കുടിയനും ഒരു ഡിപ്രസ്ഡ് പോലത്തെ ക്യാരക്ടർ ആണത്. വേറൊരു വഴിയിലോട്ട് പോകുന്ന റിച്ച് ആയിട്ടുള്ള കുടിയൻ. പിന്നെ തലവൻ പിന്നെ ഇത് 4ലും പെർഫോമൻസ് വൈസ് ആയാലും സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യത്തിലായാലും എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ തിരിച്ചു വരവ് തന്നെയാണ്. ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? 4ലും ഭയങ്കര നല്ല വ്യത്യാസമുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞ വർഷം വരെയും ആസിഫ് അലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറെ നാളായിട്ട് അതിന്റെ ഗ്രാഫ് അങ്ങ് ഇവരുടെ കൂട്ടത്തില് ഒരു നല്ല പടം ഇല്ലാതെ ആൾക്കാർ കളിയാക്കി തുടങ്ങിയതാണ്. അതായത് ബോംബ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടുന്ന സമയത്താണ് തിരിച്ചു വന്നത്. പുള്ളിക്ക് നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇപ്പോഴാണ് നല്ല റൈറ്റ് സിനിമകൾ കിട്ടി തുടങ്ങി. ടാലന്റഡ് ആയിരുന്നു, പക്ഷെ കറക്റ്റ് സിനിമകൾ എടുക്കില്ലായിരുന്നു. ഇപ്പം കറക്റ്റ് സിനിമകളായി. ഇപ്പം എടുത്തു പറയാനുള്ള ഒരു നടനാണ് ഈ വർഷത്തെ എടുത്തു പറയാനുള്ള ഒരു നടനാണ് ആസിഫ് അലി. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടാമത് എനിക്ക് കിഷ്കിന്ത കണ്ടുമായിരുന്നു. എനിക്ക് മൂന്നാമത് പറഞ്ഞ പ്രേമലു. എനിക്ക് കോമൺ ആയിട്ടുള്ളതാണ്. ടോപ്പ് 5 നമുക്ക് കോമൺ ആയിട്ടുള്ള പടമാണ് പ്രേമലു. അത് നിനക്ക് സെക്കൻഡ്. എനിക്ക് എന്റെ സെക്കൻഡ് പടം പ്രേമലു. എനിക്ക് എന്താ പറയാ, അതിന്റെ മ്യൂസിക് ആണ് എന്നെ ഭയങ്കര, ആ സിനിമ മൊത്തം എലിവേറ്റ് ചെയ്ത് മ്യൂസിക്കാണ്. അത് ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ് സ്റ്റോറിയാണ്. ആ സാധനം ലൈറ്റ് ഹാർട്ടഡ്, ഒരു നല്ലൊരു എന്ന് വെച്ചാൽ ഒരു ടെൻഷനും അങ്ങനത്തെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ അതിലാ നടി അതാ പുള്ളിക്കാരിയാണ് അതിന് വേറെ ലെവലാക്കി. അത് പുള്ളിക്കാരി സത്യം പറഞ്ഞ അധികം ആൾക്കാർ അങ്ങനെ രീതിയിൽ ഇത് സെലിബ്രേറ്റ് ചെയ്തില്ല ആ പ്രേമലു. അതെ, പക്ഷെ പുറത്ത് സെലിബ്രേറ്റ്, തെലുങ്കില് കന്നഡയിലൊക്കെ അവര് കൂടുതലും അവതരണയാണ് പ്രിഫർ ചെയ്തത്. നസ്ലിൻ കൊള്ളാം, പക്ഷെ സ്ക്രീൻ ഒരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആ സിനിമേനെ എലിവേറ്റ് ചെയ്തത് മമതയുടെ ക്യാരക്ടറാണ്. നസ്ലിൻ എനിക്ക് തോന്നുന്നു ബേസിക്കലി മിക്ക സിനിമയിലും ഏതാണ് സിമിലർ ആയിട്ടുള്ള സംഗീതം അവർ രണ്ടും കൂടെ ഉള്ള നല്ലതാണ്. അതിന് ഒരു സാധനം ഉണ്ട്, അതില് ഒരു സത്യം പറഞ്ഞ ടെംപ്ലേറ്റ് പോലെയാണ്. അത് ഇവര് തമ്മില് ഒരു കൂട്ടുകാര് പിന്നെ ഒരു ചൊറി ക്യാരക്ടർ അപ്പുറത്ത് അങ്ങേരും കിടില് വരുന്നു. അത് ചൊറി അങ്ങേര് നല്ല രസമായിരുന്നു. അപ്പൊ ആ പടവും നല്ല രസമായിരുന്നു. കൊമേഴ്ഷ്യലി ഹിറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. തെലുങ്കിലൊക്കെ വൻ ഹിറ്റ് ആയിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് വരുവാണ്. എനിക്ക് ലണ്ടനിൽ എന്തോ വെച്ചിട്ടാണെന്ന് തോന്നുന്നു അവര് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ ഇത്രയും വലിയ ഹിറ്റ് ആയി. 100 കോടി ഭയങ്കരമായിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ഹ്യൂജ്. നസ്ലിന്റെ ഗ്രാഫ് നല്ല കൂടിയത്, ബേജുവിന്റെതും ഭയങ്കരമായിട്ട് കയറി. ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിക്കാരി ഒരു കൂട്ടുകാരി റോളിലാണ് നിന്നോണ്ടിരുന്നത്. പക്ഷെ അതിന്ന് മെയിൻ സ്റ്റാറിലോട്ട് ഭയങ്കരമായിട്ട് കയറി. മെയിൻ സ്റ്റാറായി. അവിടെ മറ്റേ പൂജ അതൊക്കെ തുടങ്ങി. ഗിരീഷ് ഏടി എന്ന ഡയറക്ടർ.
എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞതില് വേറെ പടങ്ങളും ഉണ്ടായിരുന്നു ഫസ്റ്റ് 3. ടോപ്പ് 3 മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ്. അത് ഈ വർഷത്തെ ഏറ്റവും പൈസ വാരിയ പടങ്ങളിലൊന്ന്. എനിക്ക് തോന്നുന്നു ഇന്ത്യ പാൻ ഇന്ത്യയിലെ ഹിറ്റായ ഒരു പടം തന്നെ അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തെക്കാട്ടി ഏറ്റവും കൂടുതൽ ഹിറ്റായത് തമിഴ്നാട്, കർണാടകയിലൊക്കെ അത്യാവശ്യം. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കണ്ടത് ഈ സാധനം. അവിടെ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിരുന്നു ഞാൻ പോയപ്പോ. വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ ഇൻ മലയാളം സിനിമ. യെസ് ആയിരുന്നു. മലയാളം സിനിമ ഞാൻ ഇന്ത്യൻ സിനിമയിലും ബെസ്റ്റ് ആയിരുന്നു. പിന്നെ അതിലാണെങ്കിൽ കുറെ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്, അതിന്റെയും കൂടെ ഒക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ അത് ആ ഒരു സാധനം നല്ല രീതിയിൽ അവര് എക്സിക്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യം കണ്ട് തിയേറ്ററിൽ തന്നെ. അത് 2ാമത്തെ പ്രാവശ്യവും ടെൻഷൻ അടിക്കും, പേടിയാവും. ഇതെന്താണ് ഈ കുഴിയിൽ പോണ ഒരു സംഭവം. ഞാൻ 1 പ്രാവശ്യം കണ്ട്, 2ാമത് ഞാൻ കയറി കണ്ടപ്പോഴേ ആ കുഴി അത് നമുക്കൊരു ഷോക്കാണ്. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സാധനം. മറ്റേ ഈ ഗ്യാസ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോ കേട്ടോ. ഇങ്ങനെയാണ് എല്ലാരും ഡിം 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 ഇടിച്ച് കഴിയുമ്പോഴുണ്ട്. യവൻ പറഞ്ഞത് കറക്റ്റാണ്. അതായത് നമുക്ക് സാധാരണ പടങ്ങളിൽ ഒരു ബിൽഡപ്പ് കൊടുക്കും, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കാൻ പോകുന്ന ബിൽഡപ്പ് കൊടുത്തിട്ടായിരിക്കും അത് പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു മൊമെന്റ് പറയൂലേ, പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ അത് പോകും. പിന്നെ ആ താഴോട്ട് പോണ സമയത്ത് നമുക്ക് പെറം പെരുക്കും. പേടിയാവും. 2ാമത് കണ്ടപ്പോഴും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും ഇത് എപ്പോഴും നടക്കുമെന്നുള്ള ഒരു പേടിയുണ്ടല്ലോ, അത് ഭയങ്കര. ചിലപ്പം ക്ലോസ്ട്രോഫോബിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇതാവണതായിരിക്കും. എനിക്ക് തന്നെ ഇവൻ അത് ഒരു നമ്മൾ ദേഹം അത് വന്ന് അതെന്ന് പറഞ്ഞാൽ ആ ടെൻഷനോട് കൂടിയാണ് അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റും. ആർട്ട് പിന്നെ മ്യൂസിക്, മറ്റേ പാട്ട്. ഓ, ആ ഒരു പാട്ടിനെ എടുത്ത് അവര് പൊക്കി. ആ പാട്ടാണ് ഈ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റ് സാധനം. അതാണ്. പിന്നെ ശ്രീനാഥ് ബാസി. ശ്രീനാഥ് ബാസി അത് തിരിച്ചു വരവാണ് കേട്ടോ. ശ്രീനാഥ് ബാസി ഒന്ന് കുറച്ചൊരു കിടില ആക്ടറാണ് പിന്നെയും കാണിച്ചത്. പിന്നെ അതിൽ സൗബിനും നല്ല രസമായിരുന്നു. സൗബിനും കിടിലമായിരുന്നു. സൗബിന് പിന്നെ ബാക്കിയുള്ള എല്ലാരും കൊള്ളാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ശ്രീനാഥ് ബാസിക്കായിരുന്നു മെയിൻ ശ്രീനാഥ് ബാസി ആയിരുന്നു. പിന്നെ ശ്രീനാഥ് ബാസി പണ്ട് പഴയ പുള്ളിയുടെ ഇതൊക്കെ കാണിക്കും, വീഴുന്നതും. അല്ല, ആ കഥ, ആ സ്റ്റോറി ടെല് ചെയ്തിരിക്കണ രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു റിയൽ ലൈഫിൽ കിടന്ന് ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷെ അത് ആ തിരക്കഥയാക്കി സ്റ്റോറി ടെല് ചെയ്ത പഴയ കുട്ടിക്കാലവും കൂടെ ഇടയ്ക്ക്. പിന്നെ സ്വപ്നം പോലെ പുള്ളി ഇങ്ങനെ നടന്നു വന്നിട്ട് കുട്ടേട്ടാന്ന് വിളിക്കുന്ന ഒരു സാധനം. പിന്നെ ട്രാൻസിഷൻ മറ്റേ ഇറങ്ങുമ്പോ എന്ന് വെച്ചാൽ ആ ഫ്ലാഷ് ബാക്കില് സുഭാഷ് വെള്ളത്തിലേക്ക് ആ ഒരു ട്രാൻസിഷനിലാണ്. അതൊക്കെ അടിപൊളി സാധനം. പിന്നെ അതിലെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടും കൂടി അതിൽ പറയും. ഈവൻ കണ്ടു കാണൂല്ലേ, മിക്കവാറും കണ്ടു. സ്പോയിലർ ഒന്നും അല്ല. ഇതില് ലാസ്റ്റ് സൗബിനെയൊക്കെ മറ്റേ അവന്റെ അച്ഛൻ അമ്മയൊക്കെ പറയുമല്ലോ, എന്റെ മോനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവൻ രക്ഷിച്ചോണ്ടിരുമ്പോഴത്തേക്കും നമ്മൾ കരയും. ആ സീനിൽ ഞാൻ കരഞ്ഞുപോയി. കാര്യം നമുക്കത് പലപ്പോഴും എല്ലാരും കരഞ്ഞിട്ട് അത് മിക്കവർക്കും പറയാൻ പറ്റുന്നുണ്ട്. കാര്യം ഏതെങ്കിലും ഒരു പയ്യൻ ഇത്തിരി ഇതാവുമ്പോഴത്തേക്ക് അവന്റെ കൂട്ടുകാരെയായിരിക്കും ആദ്യം വീട്ടുകാർ പറയണത്, വിളിച്ചോണ്ട് പോണത്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. പക്ഷെ ആ ഒരു മൊമെന്റിൽ ഞാൻ കരഞ്ഞു കേട്ടോ. ആ ഒരു മറ്റേ ശ്രീനിവാസിന്റെ അമ്മ വന്നിട്ട് കെട്ടിപ്പിടിക്കൂലേ, അതെനിക്കിപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ പാട്ട് പ്ലേസ് ചെയ്ത് ആ പാട്ട് അതില് ഒരു ഹൈലൈറ്റ് സാധനം തന്നെ. അത് ആരാണ് അത് എന്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ കേവിൽ നടക്കുന്ന ഒരു സാധനമാണ്. ആ ഗുണ കേവില് ഇതിനെ മുന്നേ ഫേമസ് ആക്കിയത് ആ ഒരു ഗുണ എന്ന് പറഞ്ഞ സിനിമയിലെ ആ പാട്ട് തന്നെയാണ്. അപ്പൊ അത് തന്നെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ പുള്ളി പൊങ്ങി വരുമ്പോ ലിറിക്സിൽ ആ ഒരു സാധനം തന്നെ ഇട്ട് അടിപൊളിയായി. അത് പൊങ്ങി വരുമ്പോ കറക്റ്റ് ആയി പ്ലേസ് ചെയ്തു. പൊങ്ങി വരുമെന്ന് നമുക്ക് അറിയാം, എന്നാലും ആ ഒരു പോയിന്റിൽ ആ പാട്ടും കൂടെ വന്നപ്പം കേറി തിയേറ്ററിലുള്ളവർ കേറി പാടാം എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണലി ലൂസ് അടിക്കണം. ആ സാധനത്തിലാണ് എലിവേറ്റ് ആവണത്. ചന്തു പറയൂലേ ഇങ്ങനെ ലൂസ് അടിക്കണ, അത്രയും നേരം വേറെ എവിടെ കറങ്ങി കിടന്നിട്ട് വന്നിട്ട് ലൂസ് അടിക്കാന്ന് പറയുമ്പോ ആ സമയത്താണത് അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഇത് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ്. അത് ഗുണയുടെ ആ ഒരു സിനിമയുടെ റെഫറൻസും കൂടി വെച്ചോണ്ടാണ് ആ ഒരു പാട്ട് കൂടി വെച്ചോണ്ട്. പിന്നെ ആ സിനിമ എല്ലാവർക്കും ഒരു ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നടന്നേന്ന് കൂടെ കേൾക്കുമ്പോ വേറൊരു ഭീകരത. എന്നുവെച്ചാൽ അവര് ഒരു കൂട്ടുകാരൻ പോയി ഇനി അവിടെ ഒരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടിട്ട് പോവാതെ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആലോചിക്കുമ്പോൾ തന്നെ അല്ലേ. പിന്നെ അത് ബിൽഡ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമാണ്. ആ ഇന്റൻസിറ്റി അവർ പറയും. ഇതിനു മുമ്പ് കുറെ പേര് മരിച്ചിട്ടുണ്ട്, ഈവൻ ഭയങ്കര VIP ആയിട്ടുള്ള ആൾക്കാർ, കേന്ദ്രമന്ത്രിയുടെ മോനൊക്കെ മരുമോൻ വരെ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും. മറ്റേ ഗുണ കേവിന് വരെ വേറെ പേര് പറയല്ലോ, ഡെവിൾസ് കിച്ചൺ. മന്ത്രിയുടെ മരുമോൻ പോയിട്ട് എന്തോ ശേഷക്രിയ ചെയ്യാൻ സാധനം പോലും എടുത്തു കൊടുക്കാൻ എത്ര രൂപ ഓഫർ ചെയ്തിട്ടും ആരും ഇറങ്ങാത്ത ഒരു സ്ഥലം. യെസ്, എനിക്ക് ഗുണ കേവില് കുറെ പേര് അതിനുശേഷം ഇപ്പൊ ഭയങ്കര ഡെവലപ്പ് ആയിരുന്നു. അവിടെ പുതിയ ഇതൊക്കെ കവാടമൊക്കെ വെച്ച അവിടെ നമ്മള് പോയപ്പോ ഒന്നും ഇല്ലായിരുന്നു, വലിയ തിരക്കും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കര ടൂറിസവും കുറച്ച് അവിടെ ഡെവലപ്പ് ആയിരുന്നു. സിനിമ കാരണം ഒരു ഇത്രയും വലിയ സിനിമയ്ക്ക് ആ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്. 30 കോടി എന്തോ ആണ്, 30 കോടിക്കകത്താണ് അല്ലേ ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു സെറ്റിന് നല്ല പൈസയായി. സെറ്റ് അത്രയും കിട്ടിലായിട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിന്റെ കേസുകൾ ED ഒക്കെ അതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, പക്ഷെ ആ പടം വന്ന് ഈ കോൺട്രവേഴ്സി നടന്നതിന് ശേഷം ഈ കളക്ഷൻ റെക്കോർഡ് കുറെ കൂട്ടി പറഞ്ഞ പടങ്ങളിലൊക്കെ കുറഞ്ഞു. ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും 50 കോടി 70 കോടി തള്ളിയ പടങ്ങളൊക്കെ 30-25 ഒക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത്. അവര് കുറച്ച് വന്നിട്ടുണ്ട്. അത് വേറെ ഇളയരാജ കോപ്പിറൈറ്റ് സാധനങ്ങളും സ്ട്രൈക്ക് ചെയ്തു. അല്ല, പിന്നെ ഈ തമിഴ്നാട് അവര് ഈ സ്പെഷ്യൽ ഇത് ഇറക്കി. ഈ സിനിമ ഇറങ്ങി ഹിറ്റ് ആയതുകൊണ്ട് ഒരു മറ്റേ ടൂറിസം പാക്കേജ് പോലെ ഗുണാക്കേവൻ വെച്ചിട്ട് അവരൊരു സാധനം അതെ പാക്കേജ് ഇറക്കിയ. പിന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് പോയടുത്ത് എന്തോ നടപടി അങ്ങോട്ട് എടുക്കണമെന്ന് പോലീസുകാർക്കെതിരെ അങ്ങനെ എന്തോ അന്ന് ഇവരെ ഉപദ്രവിച്ച പോലീസ് അങ്ങനെ എന്തോ അങ്ങനെ കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു പടവും കൂടിയായിരുന്നു. ഇനി അടുത്ത ഒരു നെക്സ്റ്റ് നമുക്ക് എനിക്ക് തോന്നുന്നു റാങ്ക് വേണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ തന്നെ പറഞ്ഞു പോവാമെന്ന് തോന്നണില്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട പടങ്ങൾ എനിക്ക് തോന്നുന്നു എനിക്ക് ബ്രഹ്മയുഗം എനിക്ക് 4ാമതാണ് ഞാൻ ഇട്ടേക്കണം, 4ാമത്. പിന്നെ അതിനുശേഷം എനിക്ക് മാർക്കോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ റീസെന്റ് കണ്ടാണ്, ഒരു 2 ആഴ്ച ആവുള്ളൂ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കോ. അതായത് അങ്ങനെ ആരും എടുക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ജോണർ ആണ് അത്. അഡൽട്ട് കേരളത്തിൽ ഒരു വയലൻസ് ട്രെൻഡ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു അഡൽട്ട് ഒരു ആക്ഷൻ മൂവി ഒന്നും അങ്ങനെ മലയാളത്തില് വന്നിട്ടില്ല. ആക്ഷനിൽ ബെഞ്ച് മാർക്ക് ഒരു എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു മലയാളത്തിൽ ഒരു ആക്ഷൻ മൂവി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷൻ ഏതാണുള്ളത്? അല്ലെ എടാ, ഇത്രയും എന്റെ ഇതിലും ഇത് തന്നെ ഈ ആക്ഷൻ ആണ് അതിന് കൂടുതൽ. ഗോറ് അതിൽ മെയിൻ ഗോറാണ് തീമെങ്കിൽ പോലും ഗോറിന്റെ പ്ലേസ്മെന്റ് ഒന്നും അത്ര കൃത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആക്ഷൻ, ഉണ്ണി പോകുന്നതിന്റെ എഫേർട്ടും ആക്ഷനും അത് വേറെ മലയാള സിനിമയിൽ ഇല്ല. അത്രയും ആക്ഷൻ പടം എന്ന് പറയാം അങ്ങനെ ചെയ്യാനുള്ള നടന്മാരും ഇല്ല, കുറവാണ്. ഇല്ല, ഇത്രയും സ്പീഡും ഇതോ ആ ആക്ഷനിലൊരു അല്ലേ. തല്ലുമാലയില് പുള്ളി ചെയ്ത്, എന്നാലും ഒരു ഒറ്റ ഷോട്ടിലുള്ള ഇതൊക്കെ. അതായത് പൊതുവെ നമ്മൾ ആക്ഷൻ കാണുമ്പോഴത്തേക്ക് ഒരു ഇത് കാണും, അവന്റെ ഫേസ് കാണിക്കും, പിന്നെ ഒരു ഇടി കാണിക്കും, പിന്നെ അവൻ തെറിച്ച് കൊണ്ടാണ് കാണിക്കണം. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ അവന്റെ കൂടെ മൂവ് ചെയ്തിട്ട് അവനെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെയർ കേസിലുള്ള അടിയൊക്കെ പുള്ളിയുടെ ഈ ടൊവിനെയും പുള്ളിയും വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ ഈ മാസ് സൈസ് ഉണ്ടല്ലോ, അത് ഈ സ്ക്രീൻ പ്രസൻസിന് കുറച്ചുകൂടെ ഈ സിനിമയിൽ. പിന്നെ നോക്കാനുള്ള മാസ് മാത്രമല്ല, ഉണ്ണിമുന്ത് കുറച്ചും കൂടി മാസമായിരുന്നു മുന്നേ. പക്ഷെ അതായിരുന്നെങ്കിൽ ഇത്ര ഇടിക്കുമെന്ന് നമുക്ക് തോന്നൂല, ഫ്ലെക്സിബിലിറ്റി തോന്നില്ല. പക്ഷെ ഇതിനോട് ട്രിം ചെയ്തിട്ടുണ്ട്, കുറച്ച് ട്രിം ആയിട്ടാണ് വന്നത്. മാർക്കോയില് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ നല്ല ഇന്റർനാഷണലി ക്വാളിറ്റി ഉള്ള ഭയങ്കര പടമാണ്. പിന്നെ വയലൻസ് കൊള്ളായിരുന്നു ആദ്യമായിട്ട് കാണണം. പക്ഷെ അത് പ്ലേസ് ചെയ്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ഒരു അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് ഗോറിന് വേണ്ടി ഗോർ ചെയ്യുന്ന പോലെ, ഗോറിന് വേണ്ടി കൊണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചതുപോലെ തോന്നി. അല്ല, അതിൽ സ്റ്റോറി ഒന്നും ഭയങ്കര ഇതൊന്നും അല്ല, ഇത് തന്നെയാണ് ആക്ഷൻ. ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആ ഒരു അവസാനമായപ്പോഴും ഒരു ഹോപ്പും ഇല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണ്ട് ശീലിച്ച സിനിമകളുടെ ഇതായിരിക്കും. ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാരെയും അങ്ങനെ ഒരു ഇത് തോന്നി എനിക്ക്. അതാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ആ ഇന്റർനാഷണലി നല്ലൊരു ഇന്റർനാഷണൽ പടം പോലെ എനിക്ക് തോന്നി. അപ്പൊ അതായിരുന്നു നിങ്ങൾക്കാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ബ്രഹ്മയുഗ, അത് പറഞ്ഞല്ലോ. ഞാനും 4ാമത്തെ ബ്രഹ്മയുഗം എനിക്കും കോമൺ ആണ്. 4ാമത് അഞ്ചാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആടുജീവിതമാണ്. ആടുജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ ഒരു എത്ര മണിക്കൂർ, 2.5 മണിക്കൂർ 3 മണിക്കൂർ തിയേറ്ററിൽ ആ എന്ന് പറഞ്ഞ സർവൈവൽ ആണെങ്കിലും എനിക്ക് ആ ഒരു ഇമോഷനും ഭയങ്കരമായിട്ട് ആ അകപ്പെട്ട ഒരു ഇതും ഒരു വിഷമവും അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നു.
എനിക്ക് ആടുജീവിതത്തിൽ ഭയങ്കര ഇതായിട്ട് തോന്നി പുള്ളിയുടെ ആക്ടിങ്, ഈ നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു എഫർട്ട്, അത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. അല്ല സിനിമ വൈസ് നോക്കുന്നെങ്കിൽ എനിക്ക് ആടുജീവിതം എന്നെ എത്രത്തോളം ഇതാക്കിയ ഒരു പടമല്ല. എന്റെ ടോപ്പ് 10-ലുള്ള എന്റെ ടോപ്പ് 10 ആടുജീവിതം ഉണ്ട്, പക്ഷെ ഒരു 9 ആണ് കിടക്കുന്നത് ടോപ്പ് 10. പക്ഷെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അങ്ങേരുടെ എഫേർട്ടും അങ്ങേര് അതിനുവേണ്ടി എടുത്തതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി ഒരു ഡ്രസ് ഊരി പോകുന്ന ഒരു ലാസ്റ്റ് ഒരു സീൻ ഉണ്ട്, എപ്പോഴും ഇങ്ങനെ അന്തം വിട്ടു പോകും നമ്മള്. അല്ല അവരുടെ എഫേർട്ട് ഭയങ്കര എഫർട്ടിന് നമ്മള് ടോപ്പ് 1 കൊടുത്താലേ പറ്റത്തുള്ളൂ. പക്ഷെ അതില് ചില സാധനങ്ങൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാന്ന് തോന്നിയായിരുന്നു. ചില സമയത്ത് കുറച്ച് ഇഴച്ച പോലെ എനിക്ക് തോന്നി. ഒരു അല്ല എനിക്ക് ആ ഒരു സർവൈവൽ ആ ഒരു ഈ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ ഒരു സംഭവം എനിക്ക് അത്രത്തോളം ഒരു ഇത് തോന്നിയില്ല. ചില സമയത്ത് നമ്മൾ ആ ഇന്റൻസിറ്റി, ആ ഹുക്ക് ചെയ്യണ സാധനം കുറച്ച് പോയ പോലെ തോന്നി പടം. പക്ഷെ അല്ലാതെ ഒരു എന്താ ഒരു അഭിനയം അങ്ങനെ ഒരു സാധനത്തിൽ അത് ഭയങ്കര കിടിലമാണ്. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു തിയേറ്ററിൽ കണ്ടിട്ട് ആ ഒരു പൃഥ്വിരാജ് അനുഭവിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അകപ്പെട്ട് പോയ ഒരു എഫക്റ്റ് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയല്ലേ. പിന്നെ പുള്ളിക്കാരൻ അവസാനം രക്ഷപ്പെടുമ്പോഴുള്ള ഒരു ഇതും ഒരു ആശ്വാസവും നല്ല രീതിയിൽ എനിക്ക് കണക്ട് ആയി. എനിക്ക് 4ഉം 5ഉം കിഷ്കണ്ട കണ്ടും പ്രേമലുമാണ്, അത് പറഞ്ഞു ഓൾറെഡി. പിന്നെ അടുത്തത് ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് അത് ഈ ഇയർ ഫുള്ളി മെയിൽ ഓറിയന്റഡ് സിനിമകളായിരുന്നു കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ 2 ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് വന്നിട്ട്, പിന്നെ ഇവര് രണ്ടുപേരും തന്നെയാണ് ആ മെയിൻ, അവർ രണ്ടുപേരും തന്നെയാണ് ആ സാധനത്തിലുള്ളത്. അത് നന്നായിട്ട്, ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൊമേഴ്ഷ്യലി സക്സസ് ആവാനുള്ള സാധ്യത ഇല്ലാത്തൊരു സിനിമയല്ല. എന്റെ ടോപ്പ് 10 ലിസ്റ്റിലില്ല, പക്ഷെ എടുത്തു പറയേണ്ട ഒരു പടമാണത്. ഞാനും തിയേറ്ററിൽ പോയി കണ്ടതാണ്. പക്ഷെ എനിക്ക് പാർവതിയെ ഭയങ്കര സൈഡായ പോലെ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശിയുടെ അഭിനയത്തില് ഉർവശി ആയിരുന്നു അതില് ഡോമിനേറ്റിംഗ്. അത് എന്താണെന്ന് ഡോമിനേറ്റിംഗ് ആണ്, പക്ഷെ പാർവതി കൊള്ളായിരുന്നു. പാർവതി കിട്ടിലായിട്ട് അഭിനയിച്ച്, പക്ഷെ ഉർവശി എന്തോ ഒരു വേറൊരു ലെവലിലോട്ട്. പിന്നെ ഉർവശി പ്രൂവ്ഡ് ആണ്. അവരുടെ ഒരു വീർപ്പുമുട്ടലുണ്ട്, ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്നുള്ളൊരു വീർപ്പുമുട്ടൽ, ഫ്രീ ആവണോന്നുള്ള ഇതുണ്ട്. അത് പേരിനോട് കറക്റ്റ് നീതി പുലർത്തിയ ഉള്ളൊഴുക്ക് ഞാൻ അത്യാവശ്യം തിയേറ്ററിൽ വീർപ്പ് മുട്ടി ഒരു കണ്ട ഒരു പടം തന്നെയാണ്. എന്ന് വെച്ചാൽ പാർവതിക്ക് ആദ്യത്തെ ഇന്റൻഷൻ ഇങ്ങനെ മറ്റേ കാമുകന്റെ കൂടെ പോണം എന്നാണെങ്കിലും കാമുകനും ഏതാണ്ട് വന്നിട്ട് മറ്റേ വേറൊരു എനിക്ക് അങ്ങനെ കുറെ സ്പോയിലറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും കണ്ടിട്ടില്ല. എനിക്ക് മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് സ്പോയിലർ എന്തായാലും നമ്മൾ സിനിമയുടെ പേര് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. 2024 സിനിമകളെ കുറിച്ചല്ലേ പറഞ്ഞു. പിന്നെ നിനക്ക് ഏതാണ് ഇതിൽ ഏതെങ്കിലും പറയാത്ത? അല്ല എന്റെ 4ഉം 5ഉം ഇതാണ് മഞ്ഞുമൽ ബോയ്സും കിഷ്കിണ്ട കണ്ടോണ്ട് വരുന്നത്. എനിക്ക് 5ാമതാണ് എന്റെ തോന്നുന്നത്. 5ാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, 5ാമത് കഴിഞ്ഞ് എനിക്ക് 6ാമത് ഇഷ്ടപ്പെട്ടത് അന്വേഷിപ്പിൻ കണ്ടെത്തും. അന്വേഷിപ്പിൻ കണ്ടെത്തും ഏതാണ്ട് പ്രേമല്ലു ആ ടൈമില് തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ അത്രത്തോളം ഓടിയിട്ട് ഉണ്ടോന്ന് ഒരു സംശയമുണ്ട്. OTT വന്നതിന് ശേഷം ബ്രഹ്മയുഗവും പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലും അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് ഇറങ്ങിയത്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ബ്രഹ്മയുഗം ഇറങ്ങിയത്. ഒരാഴ്ചക്ക് മുന്നേ അല്ല കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ 3 ആയിരുന്നു ഏതാണ്ട് ആ സമയത്ത്. അതില് ഇതൊന്ന് ഡൗൺ ആയി പോയല്ലേ. ഇതൊന്ന് ആ ഒരു ഇതില് ഒഴുക്കിൽപ്പെട്ട് കുറച്ചൊന്ന് തിയേറ്ററിൽ അത്രയ്ക്കോ എന്റെ ഒന്ന് ഒഴുകി പോയെന്ന് തോന്നണം. ഞാനത് കണ്ടില്ലെന്ന് തോന്നുന്നു. ആ സിനിമ നമ്മളിങ്ങനെ ആ 3 സിനിമയും ഒത്തിറങ്ങുന്ന സാധനമാണ്. ഒരു സിനിമ കാണും കിട്ടില്ല, 2ാമത്തെ സിനിമ കാണും കിട്ടില്ല, 3ാമത്തെ സിനിമ കാണും കിട്ടില്ല. എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് ഏതാണ്ട് ആ സമയത്താണ്. ഇത് അവർക്ക് വട്ടായതാണ്, നമുക്ക് വട്ടായതാണ്. സിനിമയ്ക്ക് ഈ 2024 തുടക്കത്തിലുള്ള ഇതാണ്, ഫസ്റ്റ് ഹാഫിലെ സിനിമകളാണ് ഇത്. ഭയങ്കര ഇതായിപ്പോയി. തുടക്കവും എൻഡിങ്ങും ഇപ്പൊ കിടിലമാണ്. പക്ഷെ അതില് ഏറ്റവും അധികം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയത് അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയായിരുന്നു. അതൊരു പഴയ കാലത്തെ പടമാണ്, പക്ഷെ അത് നല്ല രീതിയിൽ പഴയ ഇത് കൺവിൻസിംഗ് ആണ്. ഒരു സിനിമയിൽ 2 കുറ്റകൃത്യങ്ങൾ. സോറി, അന്വേഷിപ്പിൻ കണ്ടെത്തി ഞാൻ കണ്ട് ഒരു സിനിമയില് 2 സിനിമ 2 കഥകൾ. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കേസായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്.
അല്ലേ? ആദ്യത്തെ ഒരു ക്രിസ്ത്യൻ നല്ല പശ്ചാത്തലത്തിലുള്ള ഒരു സാധനം. എനിക്ക് ഒന്നും ഓർമ്മയില്ല. എൻഗേജിങ് ആയിരുന്നു. അതെ. സിനിമ അതാണ്. പടം കണ്ട് പക്ഷെ എനിക്കത് അങ്ങോട്ട് രണ്ടാമത്തേല് ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലൂ കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാം, മാസൊന്നും ഒന്നും കയറ്റിയിട്ടില്ല, പിന്നെ ആവശ്യമില്ലാതെ BGM കയറ്റിയിട്ടില്ല, നല്ല റോ ആയിട്ട് നല്ലൊരു ത്രില്ലർ, പഴയ ഒരു CBI ഡയറി കുറിപ്പിന്റെ ഒരു സാധനം പോലെ പതിയെ അങ്ങ് പോയി. നല്ല രസമായിരുന്നു. നല്ല അന്വേഷിപ്പും എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമകൾ അല്ലെ രണ്ട് സ്റ്റോറികൾ ഒരുമിച്ച് ഇട്ടോണ്ടായിരിക്കാം ചിലപ്പോ അത് അത്ര ആൾക്കാർക്ക് അന്ന് നിങ്ങൾക്ക് തങ്ങിക്കാത്തത് പോലും ചിലപ്പം അങ്ങനെ ആയിരിക്കും. അത് ഒരു കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു അത്രയും കൊമേഴ്ഷ്യൽ അല്ലാത്ത ഒരു സാധനം പോലെ പക്ഷെ ഒരു സ്റ്റോറി ലൈനിൽ പിടിച്ചിരുന്നു. അത് കുറെ ഹൈ പോയിന്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതില് ലാസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ കേസ് കൊടുക്കുമ്പോഴേ തന്നെ മേലുദ്യോഗസ്ഥൻ പറയും, ഇത് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. അപ്പോഴും നമുക്കൊരു മൈൻഡ്, ഇത് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ അത്രയും എഫക്റ്റ് ആവാത്തത്. പക്ഷെ ഫസ്റ്റ് കേസ് നല്ല രസമായിരുന്നു. കണ്ണൂർ സ്ക്വാഡിലാണെങ്കിൽ കൈക്കൂലിയും അതൊക്കെ ചേർത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊണ്ടാവുന്ന അപമാനം അങ്ങനെയൊക്കെ. പക്ഷെ അതിൽ അങ്ങനെയില്ല. അതിനൊരു ഹുക്കിംഗ് ഉണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് കണ്ണൂർ. അതുകൊണ്ടായിരിക്കും കൊമേഴ്ഷ്യലി അത്ര അങ്ങോട്ട് പോവാത്തത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടോപ്പ് 6 പടങ്ങൾ വരെ ആയി. ഇനിയിപ്പോ ബാക്കിയുള്ള ഏതൊക്കെയാണ് ഇനി അടുത്ത 2 ബാക്കി എനിക്ക് 10 ഇനി പറയാത്ത പടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിടക്കുന്നത് റൈഫിൾ ക്ലബും ARM. അത് റൈഫിൾ ക്ലബ് ഇപ്പം ഇറങ്ങിയ പടമാണ്, അതുകൊണ്ട് ആ ഒരു ഇമ്പാക്ട്. പക്ഷെ എനിക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വൈബായ ഒരു പടം. എനിക്ക് 7ാമത് കിടക്കുന്ന റൈഫിൾ ക്ലബ്ബാണ്. അന്വേഷിപ്പും കണ്ടെത്തും കഴിഞ്ഞിട്ട് 7ാമത് റൈഫിൾ ക്ലബ്ബാണ്. റൈഫിൾ ക്ലബ് വേറെ പക്ഷെ ആ പടം കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് ടോപ്പ് 10 ഇല്ല. കാര്യം അതില് എനിക്ക് വില്ലന്മാരെ പ്ലേസ് ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം അവർക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കൊടുക്കാറ്. ഇതൊരുമാതിരി സ്പോയിലർ ഒന്നും പറയണ്ട, അതെ ഓടിക്കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വില്ലന്മാരെ ഇഷ്ടപ്പെട്ട ഇതിൽ മൊത്തത്തിൽ എല്ലാവരും കൊള്ളാണ്. അതായത് കുറെ പേരുണ്ട് നമുക്ക് സിനിമയില്. എനിക്ക് നല്ല രസമായിരുന്നു. നല്ല തിയേറ്ററിൽ കണ്ടിട്ട് 2 മണിക്കൂറിനകത്തേ ഉള്ളൂ പടം. നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല കോമഡിയും നല്ല രസം. ഓരോരോ ഹൈ പോയിന്റുകൾ വരും, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിന്റെ ഇതില്. നല്ല രസമായിട്ട് എനിക്ക് ഡിസംബറിൽ ഇറങ്ങിയ 3 സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഫിൾ ക്ലബ്ബാണ്. എനിക്ക് സുരേഷ് കൃഷ്ണയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആ പടത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ വിനീത്, മറ്റേ വെള്ളിക്കണ്ണുള്ള വിനീത് ഇല്ലേ, പുള്ളി ഇതില് നല്ല രസമാണ്. കാര്യം പുള്ളിക്കൊന്നും അത്ര നല്ല റോളൊന്നും ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ, പക്ഷെ ഇതില് ഒരു ഇമ്പാക്ട് ഉള്ള റോളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് കളിക്കുന്ന മറ്റേ പയ്യ ഉണ്ടല്ലോ റംസാൻ, പുള്ളിക്കും സാധാരണ ഒരു ഡാൻസ് കളിച്ചിട്ട് പോകും, പക്ഷെ ഇതില് കുറച്ചും കൂടി കഥയില് ഒരു ഇമ്പാക്ട് ഉള്ളൊരു റോളാണ്. ടേണിംഗ് പോയിന്റ്. നല്ല 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 പടം, മൊത്തത്തിൽ ഒരു വേറൊരു ലെവൽ പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട്. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ കയറിയിട്ട് ആ മൂഡായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മ്യൂസിക്കും കാര്യങ്ങളും ഓരോരോ സാധനങ്ങൾ ആണ് റൈഫിൾ ക്ലബ്ബ് ഇഷ്ടപ്പെടാൻ കാരണം. നിനക്ക് ഇല്ലല്ലേ, നീ അത് കണ്ടില്ല. കണ്ടത് ചിലപ്പം ടോപ്പ് 10 വന്നേ. നിനക്ക് ടോപ്പ് 10 ഇല്ലല്ലോ. പിന്നെ 8ാമത് കിഷ്കിന്ദ, അത് പറഞ്ഞു. കിഷ്കിന്ദ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിനക്കോ? എനിക്കുള്ളത് ഗഗനാചാരിയും ഭരതനാട്യം. എനിക്ക് അത് 2 ഉണ്ട്. അടുത്ത 2 എനിക്കിത് 2 ഉണ്ട്, പക്ഷേ ഞാൻ ഇത് ടോപ്പ് 10 അല്ലാതെ ഒരു സെഗ്മെന്റ് അല്ല. എന്റെ ടോപ്പ് 10 ഈ 2 പടം വന്നിട്ടുണ്ട്. ഗഗനാചാരി വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഈ വർഷം എക്സ്പെരിമെന്റലുമാണ്. എനിക്ക് തോന്നുന്നു അതിൽ ഹ്യൂമറും നല്ല രീതിയിലുണ്ട്. ഹ്യൂമറുണ്ട്, പിന്നെ ഒരു സയൻസ് ഫിക്ഷൻ പടമാണ്. മലയാളത്തിൽ അങ്ങനെ അധികം കാണാത്തൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റ്. ആ ഒരു ജോണറിലെ സിനിമ ഇറങ്ങിയിട്ടില്ല. ഇല്ല, മലയാളത്തിലെ ഫ്രഷ് ഒരു സാധനമാണ്. അത് കുറച്ച് ചർച്ചയായ ഇന്ത്യയിൽ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. അത് വിത്ത് ലിമിറ്റഡ് അവരുടെ ബഡ്ജറ്റിൽ അവർ നന്നായിട്ട് എക്സിക്യൂട്ട് നല്ലതായിട്ട് ചെയ്യാം. പിന്നെ അതില് വിഷ്വൽസും സൂപ്പറാണ്. അതെ, എടുത്തു പറയേണ്ടത് ഗണേശും അവന്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്, ചാറ്റ് ബോട്ട് അതുമായിട്ടുള്ള എനിക്ക് അനാർക്കലിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനാർക്കലിയെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഏലിയൻ സെറ്റപ്പും അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അനാർക്കലി ഭയങ്കര രസമാണ്. പിന്നെ അജു വർഗീസ് കുറെ നാളിന് ശേഷമാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറിലോട്ട് ഒരു കോമഡി ക്യാരക്ടറിലോട്ട് തിരിച്ചു വന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഗോകുലും നല്ല രസമുണ്ടായിരുന്നു. ഗോകുലും അനാർക്കലി ആയിട്ടുള്ള, പിന്നെ അനാർക്കലിക്ക് സൗണ്ട് കൊടുത്ത മല്ലിക. അയ്യോ, അത് ട്വിസ്റ്റ് ആയിരുന്നു കേട്ടോ.
അതാരും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു. നിങ്ങളത് എനിക്ക് തോന്നുന്നു കുറെ പേര് മിസ്സായ പടമായിരിക്കും. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ, നല്ല രസമാണ്. നല്ല ഫൺ വാച്ചാണ് അത്. ഇങ്ങനെ ഒരു സിനിമ എടുത്തതിന് അവർക്ക് പ്രത്യേക ഹാറ്റ്സ്. കാര്യം ഇതൊക്കെ എക്സ്പെരിമെന്റ് ഇങ്ങനെയൊക്കെ എടുക്കണില്ലേ, സമ്മതിക്കണം. മലയാളത്തില് മാത്രമേ സംഭവിക്കൂ. പിന്നെ ഭരതനാട്യം, അത് തിയേറ്ററിൽ നിന്ന് നമുക്ക് മിസ്സായി പോയ പടമാണ്. സെപ്പറേറ്റ് സെഗ്മെന്റ് OTT-ൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ അത് കണ്ടത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 പ്രാവശ്യം ഞാൻ കണ്ടു. ഭരതനാട്യം അയ്യോ അത് സെറ്റ് സിനിമ മിസ്സായി പോയത്. എന്റെ ടോപ്പ് 10-ലുള്ള പടം. ഭൂരിഭാഗം പേർക്ക് മിസ്സായി പോയ പടമാണ്. ഞാനാണ് നിങ്ങൾ കണ്ടു നോക്കെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തതാണ്, അങ്ങനെ കണ്ടതാണ്. അപ്പൊ ഭയങ്കര രസം. ഹിറ്റ്. സായ്കുമാറിന്റെ ചില കോമഡികളൊക്കെ അത് എന്താ രസം അറിയാമോ, നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെയാണ് ഭരതനാട്യം തന്നെ. വിചാരിച്ച പേര് കണ്ടപ്പോ വിചാരിച്ചു എന്തൊരു കലാറിലേക്ക്. ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. ഇത് നമ്മള് ഭരതനാട്യം കളിക്കുന്ന ഒരു ഗതികേടിനെ കുറിച്ചാണെന്നുള്ളത്. നല്ല രസമായിരുന്നു. പിന്നെ ആ ഒരു ഇരട്ടകളെ കൊണ്ട് പ്ലേസ് ചെയ്ത ഒരു സാധനം ഉണ്ടല്ലോ, ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സ്പോയിലർ ആണത്. അത് കുഴപ്പമില്ല, കഥ പറയുന്നില്ല. അത് സൂപ്പർ ആയിരുന്നു. അവര് നല്ല രസമുണ്ട്, ആ പയ്യന്മാര് നല്ല രസമുണ്ട്. അത് തിയേറ്ററിൽ ഹിറ്റ് ആവാത്തതിൽ എനിക്കൊരു സങ്കടമുണ്ട്. പക്ഷെ OTT-ൽ വന്നപ്പോ ഒരുപാട് നല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് അവർക്ക് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള തിയേറ്ററിൽ ആൾക്കാരെത്താത്ത പ്രൊമോഷൻ എനിക്ക് തോന്നണം. കാരണം ഇങ്ങനത്തെ പടങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞു പോയി കാണേണ്ടതായിരുന്നു. പക്ഷെ അത് എനിക്കും എത്തിയില്ല. ഞാനും വിഘ്നേഷ് ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഓടി നടന്ന സിനിമ കാണുന്ന ഒരു ഇതില്. ശരിയാണ്, പ്രൊമോഷന്റെ ഒരു കുറവുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭരതനാട്യം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും കാണണം. ഭരതനാട്യം എന്തായാലും കാണേണ്ട സിനിമകളാണ്. നിനക്ക് ഏതെങ്കിലും ഉണ്ടോ ഇതില് മിസ്സായ? ഇല്ല, എന്റെ ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് ലെവൽ ക്രോസ് എന്റെ ടോപ്പ് 10-ൽ വന്നിട്ടുള്ളതാണ്. എനിക്ക് ലെവൽ ക്രോസ് 10ാമതാണ് എന്റെ. അത് എനിക്ക് റൈഫിൾ ക്ലബ്ബ്, 8ാമത് കിഷ്കിൻഡ, 9ാമത് തലവൻ, 10ാമത് ലെവൽ ക്രോസ്. എനിക്ക് തലവനും ഉണ്ട്, പിന്നെ 2 പടങ്ങളും കൂടെ ഉണ്ട്. അത് സൂക്ഷ്മദർശിനിയും ആട്ടോ. എനിക്ക് കിടപ്പുള്ളത് ARM-ഉം തലവനുമാണ് അടുത്ത കിടപ്പുള്ളത്. എന്റേത് ലെവൽ ക്രോസും. പിന്നെ എനിക്ക് വേറൊരു പടം കണ്ടായിരുന്നു, ഈ 1947 പ്രണയം. അത് ഞാൻ ലിസ്റ്റിൽ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് അതും പറയേണ്ടതാണ്. അത് എന്തോ എനിക്ക് ഭയങ്കര ഒരു, ആ സിനിമയുടെ കറക്റ്റ് പേര് 1947 പ്രണയം തുടരുന്നു. ജനനം 1947 പ്രണയം തുടരും. അത് ഒരു സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു പടം. അത് എന്തോ എനിക്ക് വല്ലാതെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഞാൻ OTT വഴിയാണ് കണ്ടത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കി കണ്ടാൽ ചിലപ്പോ ഇഷ്ടപ്പെടാൻ സാധ്യത. ഒരു ചെറു പുഞ്ചിരി കണ്ടിട്ടുണ്ടോ? അത് പണ്ട് സ്കൂളിൽ ഇട്ട് കാണിച്ചു തന്നിട്ടുള്ള പടം. അത് ഭയങ്കര രസമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ ഒരു ചിരി പുഞ്ചിരി, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നും. ഇതും കല്യാണം കഴിക്കാൻ തോന്നും. ഇത് 2 വയസ്സായവർക്കിടയിലുള്ള ഒരു പ്രണയത്തിന്റെ ഒരു കഥയാണ്. അത് ഒരു അവഗണിക്കപ്പെട്ട ഒരു ഇതെന്ന് പറയുന്ന രീതിയിൽ അവരുടെ ഒരു ലൈഫ് ചെയ്യുന്ന സാധനം എനിക്ക് ഭയങ്കര ഹാർട്ടിൽ കൊടുക്കുന്ന. പിന്നെയുള്ള ലെവൽ ക്രോസ് ആണ്. അതിലാകെ 3 ആക്ടേഴ്സേ ഉള്ളൂ, ആസിഫ് അലി, അമല പോള്, ഷറഫുദ്ദീൻ. അതില് 3 പേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കഥയും നല്ല ട്വിസ്റ്റും വേറൊരു സ്ഥലം, ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോ അതായിരുന്നു എന്റെ ടോപ്പിൽ ഉള്ള. എന്റേതും ടോപ്പ് 10 അതുണ്ട്. എനിക്ക് ഇനി തലവനും ഉണ്ട്. എനിക്കിനി നമ്മൾ സംസാരിക്കാത്തതായിട്ട് ടോപ്പ് 10-ലുള്ളതിൽ എനിക്ക് ARM-ഉം തലവനുമാണ് ഉള്ളത്. തലവൻ പറയാനുള്ള സാധനമാണ്. അവര് തമ്മിലുള്ള ഒരു ഇത് നല്ല രസമുണ്ട്. നമ്മുടെ ബിജു മേനോനും ആസിഫ് അലിയും തമ്മിലുള്ള ഒരു എന്താണ് 2 ക്യാരക്ടർ തമ്മിലുള്ള ഒരു മെയിൽ ഈഗോയും കൂടിയൊക്കെയാണ് അതിൽ. രണ്ടുപേരും ഏതാണ്ട് ഇത്തിരി ഒരു ഭയങ്കര ക്യാരക്ടേഴ്സ്. അതിന്റെ സത്യം പറഞ്ഞാൽ അതിന്റെ ത്രില്ലറിലെ ആ ഒരു കുറ്റാന്വേഷണ രീതി നല്ല രസമുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റിങ്ങും ജിസ്റ്റോയി എന്ന് പറയുന്ന ഡയറക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. നമ്മളൊരു നന്മ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ത്രില്ലറായിരുന്നു. പിന്നെ ARM
ഏറമാണ് അടുത്ത ഞാൻ ഏറെ. പക്ഷേ എനിക്കും അത്രത്തോളം ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടുടാ. എനിക്ക് അങ്ങേരുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, മണിയൻ. അതുകൊണ്ടാണ് ഞാൻ അതിനെ മണിയനാണ് അതിനെ മൊത്തത്തിൽ എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഏറമിന്റെ ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്രത്തോളം എനിക്കൊരു സുഖം തോന്നിയൊരു സാധനമല്ല. എനിക്കും തോന്നിയില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ് ഏറെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഹിറ്റ് പടമാണ്, 2024 ടോപ്പ് പടങ്ങളിലൊന്നാണ്. അതെ അതെ. എനിക്ക് മണിയന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് മണിയൻ പെർഫോമൻസ് അത് തന്നെ, മണിയന്റെ പെർഫോമൻസിലാണ് ഞാൻ അതിനെ എടുത്ത് വിട്ടത്. എനിക്ക് ടൊവിനോരെ വേറൊരു പടങ്ങളൊന്നും ടോപ്പ് പടം ഒരു മിസ്റ്ററി ഫാന്റസി ഒരു ടൈപ്പില് നല്ല മലയാളത്തില് ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എനിക്കത് അത്ര ക്ലിക്ക് ആയില്ല കണ്ടപ്പോ. ഓക്കെ, ഇനി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ? എനിക്ക് 2 ഉണ്ട്, സൂക്ഷ്മദർശിനി, ആട്ടോ. ആട്ടം എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യം ഇറങ്ങിയ പടം. ഞാൻ വിചാരിച്ചത് 2023 ഞാൻ ഇത് എടുക്കാൻ നേരത്തെ, ഈ സിനിമ പറയാൻ നേരത്തെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഹൈലൈറ്റ്സ് ആണ് നോക്കിയത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെ ഞാൻ വെറുതെ സ്റ്റോറി അപ്പൊ ഞാൻ ഫസ്റ്റ് ജനുവരിയിൽ ആദ്യം ഇട്ടത് ആട്ടമാണ്. നമ്മൾ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടത് ആട്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഞാനും വിനു കൂടെയാണ് പോയി കണ്ടത്. ആട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അത് അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഫ്രഷ് ആണ്. അത് വേറെ ഒന്നിലും ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനൊന്നും കണ്ടിട്ടുമില്ല. പിന്നീട് ഒരു എന്താ പറയാ, ഈ 12 ആംഗ്രി മെൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അപ്പം ഏതാണ്ട് അതുപോലത്തെയാണ്. ഈ ഒരു വീട്ടിന്റെ അകത്ത് തന്നെ ഒരു ഇവരുടെ ഒപ്പീനിയൻ എങ്ങനെ മാറും എന്നുള്ളൊരു ഓരോ ഇതിനനുസരിച്ച് അവർക്ക് എന്താ കിട്ടുമെന്നുള്ളതിനനുസരിച്ച് ഗ്രീഡും കാണിക്കുന്നു. ഗ്രീഡാണ് അത്. ഒപ്പീനിയൻ എങ്ങനെ മാറുന്നു, അവസാനം ആരാണ് ഇതില് അവസാനം കൂടെ നിൽക്കുന്ന ആള് തന്നെ അവസാനം ആരാണ് ഇതില് വില്ലൻ എന്നുള്ള സാധനം അവര് വെളിപ്പെടുത്തുന്നില്ല. അത് നമുക്ക് വേണ്ടി എല്ലാരും വില്ലന്മാരാണ്. അത് ഗ്രീഡ് വരുമ്പം എങ്ങനെയാണ് സ്നേഹം മാറി, അത് തന്നെയാണ്. അത് ആൾക്കാർ ചേഞ്ച് ആവണതാണ് കാണിക്കുന്നത്. ഗ്രീഡ് വരുമ്പോ മനുഷ്യ അൾട്ടിമേറ്റ്ലി സെൽഫിഷ് ആണ്. പിന്നെ അതിലെ ട്വിസ്റ്റ്, അയ്യോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, അത് ഇപ്പം ഫെസ്റ്റിവലിൽ ഇങ്ങനെ കിടക്കണമെങ്കിലും ഒരു അവാർഡ് സിനിമയെന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സിനിമയല്ല. നല്ല കണ്ടിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ആട്ടത്തിലുണ്ട്. പിന്നെ സൂക്ഷ്മദർശിനി അത് ഈ വർഷത്തെ ഹിറ്റ് പടങ്ങളിലൊന്നും. സൂക്ഷ്മദർശിനി എനിക്കിഷ്ടം സിദ്ധാർത്ഥിനെയാണ്. സിദ്ധാർത്ഥ് കുറെ അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥ് മാത്രമല്ല, ആ ഒരു എന്താ പറയാ, നമ്മുടെ ഷെർലക് ഹോംസ് പോലെയോ അല്ലെങ്കിൽ മറ്റേ, എനിക്ക് ആ സിനിമ കണ്ടിട്ട് ഒരു സിനിമയായിട്ട് ഇത് തോന്നി. ഡിസ്റ്റർബിയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, ഡിസ്റ്റർബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ കില്ലർ അവിടെയാണെന്ന് വെച്ചിട്ട് നോക്കി നിൽക്കണം ആ പടം. അതേപോലെ ഫീൽ ചെയ്തു. അതിന്റെ ഒരു ഡിസ്റ്റർബിയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ആ സിനിമയിൽ ഒരു എന്ന് പറഞ്ഞ പുള്ളിക്കാരന് സംശയം ഇത് സീരിയൽ കില്ലർ ആണെന്ന് ചുമ്മാ, പക്ഷെ ആൾക്കാർ വിശ്വസിക്കൂല. അങ്ങനത്തെ ഒരു എനിക്ക് പക്ഷെ ആ ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിന് ഭയങ്കര സാധ്യതകളുള്ളതായിട്ട് തോന്നി. യൂട്ടിലൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇനിയും സീരീസ് പോലെ ഇറക്കാൻ പറ്റും, ടിൻ സീരീസ് പോലെയോ. ഐ മീൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്. പക്ഷെ പുള്ളിക്കാരി ചെയ്യണമെന്നും അത്ര ഇഷ്ടപ്പെടില്ല. അല്ല, എനിക്ക് ആ പടം നല്ല ഇഷ്ടപ്പെട്ട്, നല്ല പടം വരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ഷോക്ക് കിട്ടിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഷോക്ക് വേണമായിരുന്നു. ഇപ്പൊ ഇതാകുമ്പോഴേ ബൊഗൈൻ വില്ലയില് ആ ഒരു സാധനം ഇതിൽ വന്നിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു ഹാപ്പി ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ബൊഗൈൻ വില്ലയുടെ ഒരു ഷോക്കും കിട്ടിയിട്ടില്ലടാ. എന്റെ അമ്മച്ചിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ഇതില് അമ്മച്ചിയുടെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, പക്ഷെ അമ്മച്ചീനെ പേടിക്കണ ഒരു സാധനം, അത് വൻ സാധനമാണ് മേടിച്ചു ചെയ്യാൻ. ഇപ്പൊ സൂക്ഷ്മദർശിനിയാണ് എനിക്ക് ഇനി എന്റെ ലിസ്റ്റിലെ ടോപ്പ് 10 ലാസ്റ്റ് പടം. അപ്പൊ നമ്മുടെ ടോപ്പ് 10 ലിസ്റ്റ് ഏതാണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് 10 ലിസ്റ്റിലുള്ള പടങ്ങള് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ടോപ്പ് 10 കമന്റ് ചെയ്യുക, റാങ്ക് അടിസ്ഥാനത്തിൽ. അത് ചെയ്യണം, ഭയങ്കര രസമായിരിക്കും. നിങ്ങളുടെ ഒരു ടേസ്റ്റും നമ്മളെ ടേസ്റ്റും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം അതൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം ചെയ്യല്ലേ. ചെയ്യാം. ഇനി നമുക്ക് ഈ വർഷത്തെ ബാക്കി
സ്പെഷ്യൽ ആയിട്ട് രണ്ടുമൂന്ന് പറയാനുള്ള കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താനാവാത്തതിൽ വിഷമം ഉണ്ടോന്ന് അങ്ങനെ ഞാൻ അണ്ടർ റേറ്റഡ് പടങ്ങൾ കുറച്ച് ആയിട്ടിട്ടുണ്ട്. എനിക്കിപ്പോ പൊട്ടിപ്പോയാലും വാല്യൂം പൊട്ടിപ്പോയാലും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. പിന്നെ പിന്നെ ഞാൻ അണ്ടർ റേറ്റഡിൽ ഇട്ടുള്ള ഭരതനാട്യം OTT ഇട്ടിട്ടുണ്ട്. CID രാമചന്ദ്രൻ OTT ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. പിന്നെ ഗഗനചാരി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു പടമായിട്ട്. പക്ഷേ അങ്ങനെയാണ് അണ്ടർ റേറ്റഡ് ഇട്ടിട്ടുള്ള. പിന്നെ ഞാൻ ഓവർ റേറ്റഡ് എന്നും പറഞ്ഞൊരു സാധനവും എനിക്ക് ആകെ സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണമെന്ന് തോന്നിയത്, ബാക്കിയെല്ലാം എല്ലാരും പറഞ്ഞിട്ടുണ്ട്, അഞ്ചക്കള്ളക്കൊക്കെ. അത് ഭയങ്കര വൈബായിട്ട്, എനിക്ക് റൈഫിൾ ക്ലബിനേക്കാൾ വൈബായിട്ടുള്ളൊരു നല്ല വൈബ് സിനിമ, നല്ല പടമായിരുന്നു. അതില് ഒരു പാട്ട് ഉണ്ട്, അത് എടുത്തു പറയാനുള്ള നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അയ്യോ ആ പാട്ടിനിടയ്ക്ക് ഒരു അടിയുണ്ട്. അതൊരു ഭയങ്കര നല്ല അത് ചെയ്തത് ഭയങ്കര രസമുണ്ട്. അതിന്റെ ആ പേരാണ് അതിന്റെ ഒരു അത് ഒരു മൗത്ത് പബ്ലിസിറ്റിക്ക് പറ്റിയ ഒരു പേരല്ല അത്. നിങ്ങൾ അതും കൂടി നോക്കണം കേട്ടോ. പേര് പറയുമ്പോ അല്ലേ, അത് ഭയങ്കര പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അല്ല, ഞാൻ അണ്ടർ റേറ്റഡ് പറഞ്ഞ ഇത്രയും പടങ്ങളാണ് എനിക്ക് തോന്നിയത്. അണ്ടർ റേറ്റഡ് വേറെ ഏതെങ്കിലും അണ്ടർ റേറ്റഡ് ആയിട്ട് പോയ പടങ്ങൾ? അണ്ടർ റേറ്റഡിൽ എനിക്ക് ഗോളം വന്നിട്ടുണ്ട്. അത് എനിക്ക് തിയേറ്ററിൽ ഓടിയായിരുന്ന കുറച്ചൊക്കെ ഓടിയാണ്. ഞാൻ പക്ഷെ OTT-ലാണ് കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പടമായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടും വരണമെന്ന് തോന്നണം. അതിലും സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതുണ്ട്. പിന്നെ ഗഗനാചാരി ഉണ്ട്. അണ്ടർ റേറ്റഡ് ആയിട്ട് പറയാൻ തോന്നിയ നടികർ. നടികർ എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ ഇഷ്ടപ്പെട്ട പടങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അധികം ഓടിയില്ലല്ലേ, എല്ലാവർക്കും ഡിസാസ്റ്റർ ആയിരുന്നു. അല്ല, നമ്മൾ ഇത്രയും നേരം കിടിലം പടങ്ങളല്ലേ പറഞ്ഞ. ഇനി ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി. ഓവർ റേറ്റഡ് നമുക്ക് ആദ്യം തുടങ്ങാം. കൂടെ അല്ല, ഹൈപ്പ് തോന്നിയിട്ട് അത്രയും വിജയിച്ച് പക്ഷെ അതിന്റെ ആവശ്യമില്ല, മീൻസ് അത്ര കിടിലായിരുന്നില്ല എന്ന് തോന്നിയ ഏതെങ്കിലും പടങ്ങളുണ്ട് ഓവർ റേറ്റഡ്? അങ്ങനെ ഓവർ റേറ്റഡ് എന്ന് പറയാം എനിക്ക് വേഴ്സ്റ്റ് ഫിലിം തോന്നിയിട്ടില്ല. എനിക്ക് ഓവർ റേറ്റഡ് ഉണ്ട് രണ്ടുമൂന്നാണ്. നിങ്ങൾ പറ, ഓവർ റേറ്റഡ് നിങ്ങളെ പറ. എനിക്ക് ഓസ്ലർ ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി. ഞാൻ കണ്ട് ആ സമയത്ത് കൊണ്ടേ ആലോചിച്ചു ഇതിന് മാത്രമുള്ള ഹൈപ്പ് ഉണ്ടായിരുന്ന ഇല്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയാൻ വന്നത്, എന്റെ അമ്മച്ചി, ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ ആലോചിച്ചിട്ട് എന്തെടുത്ത് കാണിച്ചിരിക്കണേന്നൊക്കെ. വർഷങ്ങൾക്ക് ശേഷം ആകെ കൊള്ളാന്നുള്ളത് നിവിൻ പോളി വന്നുകൊണ്ട് മാത്രമാണ് ആ സിനിമ ഹിറ്റ് ആയെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അത് പക്ഷെ എനിക്ക് ഭയങ്കര മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര മോശം പടമായിട്ട് തോന്നിയില്ല. തിയേറ്ററിൽ അത്യാവശ്യം എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു പടമായിരുന്നു. എനിക്ക് നിവിൻ പോളി ഉള്ളതുകൊണ്ട് മാത്രമാണ് സാറ്റിസ്ഫൈ ആയത്. അല്ല, എനിക്കത് അല്ല, ഈ പറഞ്ഞ ഓവർ റേറ്റഡ് എന്ന് പറയുന്ന അതിലാണ്. എനിക്ക് ഓവർ റേറ്റഡ് ആയി ഗുരുവായൂർ അമ്പലം നടയിലാണ്. നമ്മൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. എനിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഓവർ റേറ്റഡ് എനിക്ക് വേഴ്സ്റ്റ് ഫിലിംസ് കാറ്റഗറിയിൽ പറയാനുള്ളത് ഗർ. അതൊരു വേഴ്സ്റ്റ് ഫിലിം ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇടിയൻ ചന്തു, അത് ഡിസപ്പോയിന്റിങ്. പിന്നെ തെക്ക് വടക്ക്. പിന്നെ ഞാൻ എന്തുകൊണ്ടോ പവി കെയർ ടേക്കർ കാണാൻ പോയി, ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് നീ ഓവർ റേറ്റഡ് എന്ന് പറഞ്ഞ സാധനമാണ് മലയാളി ഫ്രം ഇന്ത്യ. സത്യമായി എനിക്ക് വേഴ്സ്റ്റ് ആയിട്ടാണ് ഇടാൻ തോന്നിയത്. പിന്നെ ബറോസ് ലാസ്റ്റ് പോയി കണ്ടത്. എനിക്ക് ഇതിൽ രണ്ടെണ്ണമാണുള്ള, ബറോസും തെക്ക് കൊടുക്കാനുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കണ്ടില്ലടാ. എനിക്കെന്തോ ഒരു ബാക്കിയുണ്ട്. ഞാൻ ഇങ്ങനെ കൂറപ്പടങ്ങൾ ഇപ്പൊ കുറച്ച് വരികയാണ്. ഞാൻ കണ്ടതില് തെക്ക് വടക്ക്. എനിക്ക് എടുത്തു പറയണം, മലയാളം അല്ലെങ്കിലും എടുത്തു പറയാൻ ഒരു പടം ഉണ്ട്, ഇന്ത്യൻ 2. എനിക്കത് പറയണം. അത് എന്നാലും ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. നീ പറഞ്ഞു. ഞാൻ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് ഒരു അസഹനീയമായിട്ടുള്ള കുറച്ച് പടങ്ങളാണ് ഞാൻ പറയണത്. ഞാൻ OTT കണ്ടത് ഇവിടെയാണ്. അതില് അസഹനീയമായിട്ട് തോന്നിയ മലയക്കോട്ടെ വാലിബൻ, പിന്നെ രണ്ടാമത്തത് ഇത് തുണ്ട്, അത് തിയേറ്ററിൽ പോയി കണ്ടേ. തെക്ക് വടക്ക്, അത്രയൊക്കെ ഉള്ളൂ. തെക്ക് വടക്ക് ഭയങ്കര പട്ടിപ്പടമായിരുന്നു. എനിക്കും ഞാൻ ഇപ്പൊ കണ്ടതിനാണെങ്കിൽ തുണ്ടുണ്ട് എന്റെ ലിസ്റ്റില്. പിന്നെ വാലിബനെ ഞാൻ വേസ്റ്റ് എന്ന് പറയുന്നില്ല, എന്നാലും ഒരു എനിക്കിഷ്ടപ്പെടാത്ത ഒരു സിനിമയുടെ കൂട്ടത്തിൽ ഞാൻ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളത് അതുണ്ട്. പിന്നെ ഉള്ളത് തെക്ക് വടക്ക്, അത് തിയേറ്ററിൽ പോയിരുന്ന അഴിവിയ പടമാണ്. അത് ഭയങ്കര പിന്നെ എന്തോ ഭാഗത്ത് ഞാൻ ബറോസിന് നിങ്ങളോട് വന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെ ഉൾപ്പെടുത്തുന്നില്ല. നീ ഗർ കണ്ടില്ല? ഗിറ് ഞാൻ പകുതി വെച്ച് നിർത്തി. കുറച്ച് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഉൾക്കൊള്ളാൻ, ഞാൻ ഇതിലാണ് TV-ലാണ് കണ്ടത്, അപ്പൊ എനിക്ക് പറ്റില്ല. ഞാൻ അവിടെ ഇല്ല, കണ്ടില്ല. വേറെ വേസ്റ്റ് ആയിട്ട് ഇവര് കണ്ടിട്ട് പറയുമ്പോ പിന്നെ അത് കാണത്തില്ല, അതുകൊണ്ട് പിന്നെ വേറെ ലിസ്റ്റിൽ അധികം ഇല്ല. പിന്നെ ഞാൻ ഒരു ഇതും കൂടി വെച്ചിട്ടുണ്ട്, അതായത് വേറെ ഭാഷകളില്ല, എനിക്ക് തമിഴ് തന്നെയാണ്. ഒരു 2-3 പടം എനിക്ക് കാണണം, നിങ്ങൾ കണ്ടിലേക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുള്ള മഹാരാജ, ലബ്ബർ പന്ത്,
പിന്നെ മെയ്യഴകൻ. ഇത് മൂന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 3 പടങ്ങളായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മെയ്യഴകൻ എനിക്ക് ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ടോപ്പ് 10 കയറ്റിയാണ് മെയ്യഴകൻ. ഞാൻ കാരണം തിയേറ്ററിൽ കണ്ടിട്ട് തീരരുതേ എന്ന് വിചാരിച്ചൊരു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയ പടമായിരുന്നു. അതെനിക്ക് കാണാത്തതിലൊരു 3 മണിക്കൂറുണ്ടായിരുന്നു. തിയേറ്ററിൽ മിസ്സായി ഞാനും. പക്ഷെ കുറെ സംഭവത്തിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് വിഷമമായതാ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ. പിന്നെ ആസ്വദിച്ച് കണ്ടത് ലബ്ബർ പന്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര മഹാരാജയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. തമിഴില് വേസ്റ്റ് നോക്കുന്നെങ്കിൽ മറ്റേ കങ്കുവ കണ്ടില്ല നിങ്ങള്? കങ്കുവ തലവേദനയായിരുന്നു. അത് ഇറങ്ങി ഓടാൻ വരെ തോന്നുന്ന സിനിമയായിരുന്നു. നമുക്ക് തമിഴിലോട്ടൊന്നും അങ്ങനെ അധികം പോകണ്ട, നമ്മളിപ്പോ മലയാളത്തിന് വേണ്ടിട്ട് നിൽക്കുകയാണ്. എന്നാലും ഇന്ത്യൻ 2 പറയാം. ഇന്ത്യൻ 2 നല്ല രസമായിരുന്നു. ഞാനും വിഘ്നേഷോടെ പോയി കണ്ടു. അപ്പൊ വിഘ്നേഷ് പറഞ്ഞു ഞാൻ ഇവിടെ പോത്തങ്കോട്ടുണ്ട്, ശങ്കർ ബിഗ് സ്ക്രീൻ മസ്റ്റ് വാച്ച്. ശങ്കറിന്റെ പടമാണ് ബിഗ് സ്ക്രീൻ. അങ്ങനെ ആറ്റിങ്ങിൽ പോയി കണ്ട പടമാണ്. പക്ഷെ അത് കോമഡി ആയിരുന്നു, ചിരിക്കാൻ ഒരു നല്ല രസമായിരുന്നു, ചിരിച്ച് കണ്ടോണ്ടിരുന്നു. പക്ഷെ കങ്കുവ അതുപോലും ഇല്ലായിരുന്നു. നമ്മള് ഫസ്റ്റ് ഷോയ്ക്ക് പോയതാ, അപ്പൊ അനുഭവിച്ചിരുന്നു. ഓക്കെ, അപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്. അപ്പോഴേ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം. കാര്യം അടുത്ത ഷോ തുടങ്ങാനുള്ള ടൈം. ഒരു കാര്യം കൂടി നോക്കാം, ഒരെണ്ണം കൂടി എനിക്ക് ചോദിക്കണം. അതായത് ഇപ്പം നല്ലൊരു നടൻ, ബെസ്റ്റ് നടനോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു, എനിക്ക് രണ്ടുപേരൊക്കെയാണ് ഞാൻ ആസിഫ് അലി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. കാര്യം ഒരു തിരിച്ചു വരവാണ്. ഈ വർഷം ഇറങ്ങിയ 4 പടത്തിലും 4 ഡിഫറെന്റ് റോളാണ്, 4ഉം നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആസിഫ് അലിയാണ് പറയുന്നത്. ഞാൻ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിക്ക്. ഞാൻ ടോവിനോ. ഞാൻ ആസിഫ് അലിയും പൃഥ്വിരാജുമാണ്. പൃഥ്വിരാജിനെ അത് പടം ഗോഡ് ലൈഫിന്. അത് രണ്ടുമാണ് ഞാൻ പറയും. പിന്നെ എനിക്ക് ഇങ്ങേരുടെയും വിജയരാഘവനെയും പറയണമെന്നുണ്ട്. മറ്റേ കിഷ്കിന്ധയില ഇത് വെച്ചിട്ട് എനിക്ക് ടൊവിനോ ഒരു സിനിമയില് ഇത് AR റഹ്മാൻ മണിയന്റെ ക്യാരക്ടർ, പിന്നെ നടികർ, പിന്നെ ഇത് അന്വേഷിപ്പിക്കും. എനിക്ക് ബ്രഹ്മയുഗത്തില് മമ്മൂട്ടി എന്റെ രണ്ടാമത്തെ സെക്കൻഡ്. നടിമാരിലാണെങ്കിൽ ഞാൻ ഉർവശിയ. നടിമാരിലെ മിക്കത് എനിക്ക് ഉർവശി തന്നെയാണ് എനിക്കും. ഉർവശിയും പാർവതിയും മാത്രമേ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ആട്ടത്തിൽ ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നത്. പിന്നെ പ്രേമലു, മമിതയുണ്ട്. അങ്ങനെയാണ്. യെസ്. അപ്പം ഇതൊക്കെയാണ്. നിങ്ങളും പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഈ സാധനങ്ങളെല്ലാം ഓവർ റേറ്റഡ്, അണ്ടർ റേറ്റഡ് വേണമെങ്കിൽ ഒരു ടോപ്പ് 5 പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ പറയാം. ടോപ്പ് 5ഓ ടോപ്പ് വേഴ്സ്റ്റോ ടോപ്പ് ആക്ടേഴ്സോ അങ്ങനെയുള്ള ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞോളൂ. നിങ്ങൾ റാങ്ക് ചെയ്ത് നിങ്ങൾ ടോപ്പ് 5 അല്ല ടോപ്പ് പടങ്ങളും വേഴ്സ്റ്റ് പടങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, പിന്നെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, പിന്നെ ചില സിനിമകളിൽ ഇഷ്ടപ്പെട്ട മൊമെന്റുകളോ അത് നിങ്ങളെ ടച്ച് ചെയ്ത പടങ്ങൾ അതൊക്കെ പറയാം. 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനി ഫയലിനും ഒരു മലയാളം സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. നല്ലൊരു ഡോമിനേറ്റ് ചെയ്തതാണ്. ഇന്ത്യയിൽ ഡോമിനേറ്റ് ചെയ്ത ഒരു വർഷമായിരുന്നു മലയാളം ഫിലിം. 2025 പുതിയ നല്ല പടങ്ങൾ വരുന്നുണ്ട്. അപ്പോ 2025 ഇതേപോലെ ആവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വേറൊരു ലീഗിലോട്ട് മലയാള സിനിമ എത്തിയടാ. ലൂസിഫർ അങ്ങനെ അങ്ങനത്തെ ഓഡിയൻസ് ആയി. അപ്പോൾ ഇനിയും നല്ല 2025 ഇതേപോലെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവട്ടെ. ഇപ്പം ലിസ്റ്റിൽ വന്ന സിനിമകൾ തന്നെ ഭയങ്കര നമുക്ക് ഇങ്ങനെ കാണണം എന്ന് തോന്നുന്ന കുറെ സിനിമകളൊക്കെ വരുന്നുണ്ട്. പിന്നെ മോഹൻലാലിന്റെ കുറെ സിനിമകൾ, മോഹൻലാലിന്റെ റിട്ടേൺ ചിലപ്പം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. 2025 ചിലപ്പോൾ കാണാൻ പറ്റുന്നതാണ്. കുറെ സിനിമകളുണ്ട്. അപ്പോൾ എന്തായാലും 2025ഉം 2024 പോലെ അടുത്ത വർഷം നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നല്ല ഒരു ഭയങ്കര എഫേർട്ട് എടുത്ത ഒരു പോഡ്കാസ്റ്റ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തൊക്കെ. എംഡിക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. നമുക്ക് ഇത്രയും നേരം AC ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എംഡിക്കും ഹരിച്ചേട്ടനും ഒരു ബിഗ് താങ്ക്സ്, ഷൗട്ട് ഔട്ട്. പോത്തങ്കോടൊക്കെ ഉള്ളവര് ഇവിടെ വന്ന് സിനിമ നല്ല തിയേറ്ററാണ്. പേടിഎമ്മിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളത്. ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ കിട്ടൂല, പേടിഎമ്മിൽ നോക്കുക. MD സിനിമാസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.